കേസിലെ തല ഇതേവരെ കിട്ടിയിട്ടില്ല. ഇയാൾ പൊതിഞ്ഞ് പാക്കറ്റിലാക്കിയിട്ട് കൊണ്ടുപോയിട്ട് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. കൈയുടെ ഒരു പോർഷൻ കിട്ടുന്നു. പിന്നെ ഒരു 5-8 ദിവസം ഇത് തന്നെയാണ്. മരണശേഷം ഉടനെ വെള്ളത്തിലിട്ടാൽ 1/2 മൃതദേഹങ്ങളും പൊങ്ങിക്കിടക്കും. അഴുകിയ ശരീരത്തിലെ റേപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഡീകമ്പോസ്ഡ് ബോഡിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു 3 ദിവസമെങ്കിലും കഴിയും നമുക്ക് തന്നെ ആ സ്മെല്ല് ഒന്ന് പോകാൻ വേണ്ടി. എത്രയോ പേര് കരഞ്ഞു പറഞ്ഞിട്ടുണ്ടെന്നറിയോ, വന്നിട്ട് സാറേ വെട്ടി കീറല്ലേ സാറേ, അങ്ങനെ ചെയ്യരുത്. ഒരു മോർച്ചറിയുടെ അകത്തിരുന്നിട്ട് ഞാനൊന്നൊരു പച്ചവെള്ളം കുടിക്കില്ല. ആ ശരീരങ്ങളുടെ സമയം കണക്കാക്കുന്നത് അതിലുള്ള പുഴുക്കളുടെ വലുപ്പം നോക്കി മനസ്സിലാക്കുന്നു പറഞ്ഞാൽ അത് സത്യമാണോ? ഈ തല തുറക്കുമ്പോൾ അവിടെ ലങ്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഒരു പൂർണ്ണമായിട്ടുള്ള പരിശോധന നടന്നിരിക്കുന്നു. നല്ല ഒരു ഫോറൻസിക് സർജൻ പോസ്റ്റ്മോർട്ടം ചെയ്താൽ എങ്ങനെയൊക്കെ ഒളിച്ചു വെച്ചിട്ട് ഇതാണെന്ന് വെച്ചാലും അത് കണ്ടുപിടിച്ചിരിക്കും. പ്രതിക്ക് ഇന്നത് സംഭവിക്കണം, അയാൾ നശിച്ചു പോകണമെന്നൊക്കെ ചിന്തിച്ച് പോവില്ലേ ചില കേസുകൾ കാണുമ്പോൾ? അവസാനം ഒരു പരിപാടിയുണ്ട്, കൈ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഒരു സംഗതി ഇങ്ങ് വലിച്ചെടുക്കും, എന്നിട്ട് ഇതാ കിഡ്നി കഴിഞ്ഞു, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. അപ്പം ഞാനിങ്ങനെ അന്തം വിടുക, ഇതെന്തൊരു പോസ്റ്റ്മോർട്ടമാണിത്. മരിച്ച മനുഷ്യൻ്റെ നാവായി മാറുന്നവരാണ് പോലീസ് സർജന്മാർ. മരിച്ചവർക്കൊപ്പം മണ്ണടിയേണ്ട ആ മരണരഹസ്യത്തെ വെളിപ്പെടുത്തുന്നവർ. ഏതാണ്ട് 16,000-ലധികം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത സർവീസിൽ നിന്ന് പോലീസ് സർജനായി വിരമിച്ച ശ്രീ പി ഗുജ്റാളാണ് ഇന്ന് സർവീസ് സ്റ്റോറിയിൽ നമുക്കൊപ്പം ചേരുന്നത്. സ്വാഗതം. മറയൂർ PHCയിൽ ഡോക്ടറായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു സമയത്തുള്ള ഒരു യുവാവിൻ്റെ മരണമാണ് താങ്കളെ ഈ ഒരു മേഖലയിലേക്ക് എത്തിച്ചത്. അത് സംസാരിച്ചിട്ട് തുടങ്ങാമെന്ന് കരുതുന്നു. ഇന്ന് മറയൂർ വലിയ ആശുപത്രികളൊന്നുമില്ല, സൗകര്യമില്ല, ഒന്നുമില്ല. അപ്പം ഉടുമൽപേട്ടയിലാണ് ആശുപത്രി ഉള്ളത് അടുത്ത്. അപ്പോൾ അവർ ഉടുമൽപേട്ടയ്ക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ഒരു സൈക്കിളിൽ തട്ടി ഈ ജീപ്പ്. ആൾക്കാർ ജീപ്പ് തടഞ്ഞിട്ടു. ജീപ്പിലുണ്ടായിരുന്ന സകല ആൾക്കാരെയും അടിച്ചു. അപ്പോൾ ഞാനന്ന് കേട്ടത് ഈ കുട്ടിയുടെ അച്ഛൻ കരഞ്ഞ് കാല് പിടിച്ച് ഞങ്ങളൊന്ന് വിടണം ഇത് പരിക്ക് പറ്റിയെന്ന്. പക്ഷേ അവർ വിട്ടില്ല. ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും രക്തം വാർന്ന് മരിച്ചു. 18-20 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു. ഞാൻ സർക്കാരിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു 8-10 ദിവസം അത്രേ ആയിട്ടുള്ളൂ. സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞിട്ടൊരു ASI ഉണ്ട്. അത് അവിടെ ഇങ്ങനെ ക്വാർട്ടേഴ്സിൻ്റെ മുമ്പിൽ നിൽക്കുക. സാറേ നാളെ ഒരു പോസ്റ്റ്മോർട്ടം ഉണ്ട്, എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് യാതൊരു ധാരണയില്ല. വൈകിട്ട് 4:20 സംഗമം എന്ന് പറഞ്ഞൊരു ബസ്സുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മറയൂരിൽ നിന്ന് പുറത്ത് കിടക്കാൻ ഒരു മാർഗ്ഗമില്ല. ബസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കിട്ടിയ ബസ്സിന് കയറി ഓടി രക്ഷപ്പെട്ടേനെ. പക്ഷേ അത് പെട്ടുപോയി. അവസാനം ഞാൻ സ്റ്റേഷനിൽ SIയുടെ അടുത്ത് നേരെ പോയിട്ട് ഞാൻ പറഞ്ഞു എനിക്കിത് അറിയില്ല. കാരണം ഇതൊരു DMO പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ സീനിയറിൻ്റെ ഒപ്പം ഒരാളായിട്ടുള്ള നിന്നിട്ട്. അപ്പം മൂന്നാർ അന്ന് പഞ്ചായത്ത് ഡിസ്പെൻസറിലൊരു സാറുണ്ട്. മോർച്ചറി ഒന്നുമില്ല, സൈറ്റിലാണ്. അതായത് സ്ഥലത്ത് പോയിട്ട് അവിടെ വെച്ചിട്ട് അങ്ങ് പോസ്റ്റ്മോർട്ടം ചെയ്യാണ്. ഒരു പാറപ്പുറത്ത് ഇത് കിടത്തുന്നു, ഇവിടെ ഒരു തുറക്കുന്നു, മാംസം ഇതൊക്കെ 2 വശത്തേക്കും കുറച്ച് മാറ്റിയിട്ട് ഈ ബോണ് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് പൊന്തിച്ച് കാണിക്കും. എന്നിട്ട് ഓരോന്നും തൊട്ട് ദ ലങ്സ്, ദ ഹാർട്ട്, ദ ലിവർ, സ്പ്ലീന്. അവസാനം ഒരു പരിപാടിയുണ്ട്, കൈ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഒരു സംഗതി ഇങ്ങ് വലിച്ചെടുക്കും, എന്നിട്ട് ഇതാ കിഡ്നി കഴിഞ്ഞു, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. അപ്പം ഞാനിങ്ങനെ അന്തം വിടുക, ഇതെന്തൊരു പോസ്റ്റ്മോർട്ടമാണിത്. പക്ഷേ എന്തോ എനിക്കതൊരു ശരിയായിട്ടുള്ളൊരു ഇതായിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ ആദ്യം എറണാകുളത്ത് ജനറൽ ഹോസ്പിറ്റലിൽ പോയി, പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി പോസ്റ്റ്മോർട്ടം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കി. പലതരം പോസ്റ്റ്മോർട്ടങ്ങളുണ്ടോ? 2 തരത്തിലാണ്. പത്തോളജിക്കൽ ഓട്ടോപ്സി എന്ന് പറയും, മെഡിക്കോലിക്കൽ ഓട്ടോപ്സി എന്ന് പറയും. ഇപ്പോൾ ഒരു ഡോക്ടർ ചികിത്സയുടെ ഇടയ്ക്ക് ഒരാൾക്ക് വയറിൻ്റെ അസുഖം മൂലമാണ് മരിച്ചത്, പക്ഷേ അത് കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഡോക്ടർ ബന്ധുക്കളുടെ സമ്മതപത്രം വാങ്ങണം. നിപ്പ രോഗത്തിലൊക്കെ സംഭവിക്കുന്ന അതേപോലെയായിട്ട് ബന്ധുക്കളുടെ സമ്മതപത്രം നിർബന്ധമാണ്. അതിനുള്ള വളരെ അപൂർവമായിട്ട് നമ്മുടെ ഇവിടെ നടക്കുന്നുള്ളൂ. രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. അസ്വാഭാവിക മരണങ്ങളിലും ഭരണഘടന ഉറപ്പ് നൽകുന്ന ആർട്ടിക്കിൾ 21 പ്രകാരമുള്ള 21-ാം അനുച്ഛേദം പ്രകാരമുള്ള ജീവിക്കാനുള്ള അവകാശമാണ് ഹനിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റേറ്റിൻ്റെ ഒരു ഇടപെടൽ ആവശ്യമാണ്. ഒന്ന്. രണ്ടാമത്, സ്റ്റേറ്റിന് ഓരോ വ്യക്തിയുടെയും മരണകാരണം അറിയാനുള്ള അവകാശമുണ്ട്, രീതി അറിയാനുള്ള അവകാശമുണ്ട്. വേറൊരു കാറ്റഗറി ഉണ്ട്, ഒരാളിപ്പോൾ അസുഖമായിട്ട് ആണെന്ന് പറഞ്ഞിട്ട് ബന്ധുക്കൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു, അവിടെ എത്തുമ്പോഴേക്കും ആൾ മരിച്ചു, ഡോക്ടർക്ക് അറിയില്ല ഇത് സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ. അപ്പോൾ ഡോക്ടർ പോലീസിനെ അറിയിക്കാൻ ബാധ്യസ്ഥരാണ്. അതായത് അസ്വാഭാവികമായിട്ടുള്ള മരണത്തെപ്പറ്റി ഒരു പോലീസ് ഓഫീസർക്ക് വിവരം കിട്ടിയാൽ പോലീസ് ഓഫീസർ
അടുത്തുള്ള മജിസ്ട്രേറ്റിനെ അറിയിച്ചതിന് ശേഷം എവിടെയാണോ ആ മൃതദേഹമുള്ളത് ആ സ്ഥലത്തേക്ക് പോകണം. അവിടെ വെച്ച് ചുരുങ്ങിയത് 2 ആൾക്കാരുടെ മുന്നിൽ സാന്നിധ്യത്തിൽ വെച്ചിട്ട് ഇൻക്വസ്റ്റ്, അതായത് മലയാളത്തിൽ ഈ പ്രേതം എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ അത് അല്ല, എനിക്കൊന്ന് മൃതദേഹ വിചാരണ റിപ്പോർട്ട് എന്ന് പറയുന്ന ആ ഒരു റിപ്പോർട്ട് നടപടി നടത്തണം. മരണത്തിൻ്റെ രീതി വ്യക്തമല്ലാത്ത രീതിയിൽ സാഹചര്യങ്ങളിൽ അടുത്തുള്ള സിവിൽ സർജനോ അല്ലെങ്കിൽ ഇതിന് ഗവൺമെൻറ് ചുമതലപ്പെടുത്തിയിട്ടുള്ള ആരെങ്കിലും. പ്രൈവറ്റ് ഡോക്ടർമാർക്ക് പറ്റില്ല. പ്രൈവറ്റ് ഡോക്ടർമാർക്ക് ഇവിടെ ചെയ്യാൻ അനുവാദം കൊടുത്തിരിക്കുന്നത് അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്ക് മാത്രമാണ്. അത് ഒരു പ്രത്യേക ഉത്തരവ് പ്രകാരം അത് ഏത് സ്ഥാപനത്തിന് വേണമെങ്കിലും കൊടുക്കാം. ശരി ഡോക്ടർ, എല്ലാ കേസിലും തലയും ശരീരവും ഒക്കെ കീറി നോക്കേണ്ട ആവശ്യം വരുമോ? നേരത്തെ പത്തോളജിക്കൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞപ്പോൾ അത് വയറിലാണ് അസുഖമെങ്കിൽ വയറ് മാത്രമേ നോക്കുന്നു. ഇതല്ല, ഇത് പൂർണ്ണമായൊരു പരിശോധനയാണ്. മരണകാരണം കണ്ടെത്തൽ മാത്രമല്ല, മറ്റുള്ള മരണകാരണങ്ങളെല്ലാം ഒഴിവാക്കണം. സൈമൾട്ടേനിയസ് കൺഫർമേഷൻ ആൻഡ് റൂളിംഗ് ഔട്ട് എന്ന് പറയും. ഇപ്പോൾ തൂങ്ങി മരണം എന്ന് പറഞ്ഞു വന്നാൽ അതിൽ തൂങ്ങി മരണത്തിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങളുണ്ടോ എന്ന് നോക്കുന്നു. മറ്റുള്ള ഏതെങ്കിലും മരണകാരണം അതിലുണ്ടോ എന്നുള്ളത് അത് നോക്കണം. ഈ പരിക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കുക മാത്രമല്ല, പലപ്പോഴും ഈ പരിക്കുകളുണ്ടെങ്കിൽ ആ പരിക്കുകൾ അത് എത്രമാത്രം മരണകാരണമാകുന്നുണ്ട് എന്നുള്ളതുണ്ട്. അതേപോലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പോസ്റ്റ്മോർട്ടം പറയില്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ വളരെ നിസ്സഹായരായിട്ട് ചിലപ്പോൾ നിൽക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ വരുന്നത് എപ്പോഴാണ് അറിയോ? എപ്പോഴാണ് മരിച്ചതെന്ന് ചോദിക്കും. ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ച ചോദ്യം, അതായത് എങ്ങനെയാണ് ഈ മരണസമയം കണക്കാക്കുന്നത്? 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് റൈഗർ മോർട്ടിസ്, പിന്നെ ഒന്ന് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്. ഈ പേശികൾ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ഊർജ്ജം വേണം, അല്ലേ? പക്ഷെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊർജ്ജം വരുന്ന ആ ഒരു ഇത് വരുന്നില്ല. അവൈലബിൾ എല്ലാ ഊർജ്ജവും അനുസരിച്ചിട്ട് ഈ പേശികളെല്ലാം കൂടി ഇറിവേഴ്സിബിൾ സ്പാസത്തിലേക്ക് പോകും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മരിച്ചാൽ ഉടനെ ഈ സ്പാസം ഉണ്ടായി തുടങ്ങുന്നുണ്ട്. പക്ഷേ ചെറിയ ചെറിയ പേശികളുടെ ഗ്രൂപ്പിലാണ് ആദ്യം കാണുക. അപ്പോൾ കണ്ണിൽ ആദ്യം വരും, പിന്നെ താടിയിൽ വരും, പിന്നെ കയ്യിൽ വരും, പിന്നെ കാലിൽ വരും. അതുകൊണ്ടാണ് കണ്ണ് വേഗം നമ്മൾ പൂട്ടുന്നത്. അപ്പോൾ അത് ഇങ്ങനെ തുറന്നിരുന്നിട്ട് ആ സ്പാസം ഡെവലപ്പ് ചെയ്താൽ പിന്നെ നമുക്കത് അടയ്ക്കാൻ പറ്റില്ല. ഏകദേശം ഒരു 6 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ഇത് 4 to 6 hours റൈഗർ ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്ത് വരാറുണ്ട്. ഇതെല്ലാം കാലാവസ്ഥയെ ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കാലാവസ്ഥ, അന്തരീക്ഷ താപനില ഇതിനൊക്കെ അനുസരിച്ചിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരും. രണ്ടാമത് നോക്കുന്നത്, ഇപ്പം നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് വയ്ക്കുക, കലക്ക വെള്ളം എടുത്ത് വയ്ക്കുക, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാൽ എന്ത് പറ്റും? ഈ ഇതിലെല്ലാം അടിയിൽ സെറ്റ് എന്ന പോലെ നമ്മുടെ ഇതിൽ ചുവന്ന രക്താണുക്കളുണ്ട് ബ്ലഡിൽ. അപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹാർട്ടിൻ്റെ പമ്പിങ് ഇല്ല, ഈ ബ്ലഡ് ഒഴുകുന്നില്ല. അപ്പോൾ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ മലർന്ന് കിടക്കുകയാണെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ പിൻഭാഗത്തേക്ക് എന്ത് പറ്റും? അതിലുള്ള രക്തക്കൊഴലുകളിലേക്ക് ഈ ബ്ലഡ് എല്ലാം വന്ന് അടിയും. അപ്പോൾ അവിടെ ഒരു ചുവപ്പ് കളർ വരും. സ്റ്റെയിനിങ്, പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് എന്ന് പറയും, PMS എന്ന് ഒരൊറ്റ ഇതിൽ പറയും. മറ്റേത് റൈഗർ മോർട്ടിസ്. അപ്പോൾ ഇത് ഏകദേശം ഡെവലപ്പ് ചെയ്യുന്നതിന് ഒരു ടൈം സോൺ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് റെഡ് ബ്ലഡ് സെൽസ് എല്ലാം കൂടി അലിഞ്ഞ് അതിൽ നിന്നുള്ള ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ഈ തൊലിയിലെ കോശങ്ങളിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അമർത്തിയാലും അത് മാഞ്ഞു പോവില്ല. അതിനാണ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. പിന്നെ വന്നു കഴിഞ്ഞാൽ ഡീകമ്പോസിഷൻ ചേഞ്ചസ് എന്ന് പറയും. ഇവിടെ എന്താ കുഴപ്പമെന്നറിയാം? ഇതിനെയാണ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് സമയം പറയുന്നത്. അപ്പോൾ കോടതിയിൽ സ്ഥിരം ചെല്ലുമ്പോൾ വരുന്നൊരു ചോദ്യമാണ്, ഡോക്ടർ അയാൾ എപ്പോൾ മരിച്ചു എന്ന് ഡോക്ടർ എഴുതിയിട്ടില്ല. ഞാൻ പറയും, ബൈ നോ മീൻസ് ഓഫ് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ദി എക്സാക്ട് ടൈം ഓഫ് ഡെത്ത് ഓഫ് എ പേഴ്സൺ ക്യാൻ ബി അസർട്ടഡ്. ഒരാൾ ഇത്ര മണിക്ക് മരിച്ചു എന്ന് കൃത്യമായിട്ട്, അത് സുരേഷ് ഗോപിയുടെ കഥാപാത്രമായിരിക്കണം. ഡോക്ടർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം മരണം നടന്നിരിക്കുന്നത് 9:52 PM സിനിമകളാണ് കുറേ തെറ്റിദ്ധരിപ്പിച്ച പല സിനിമകളും 4:10 കൃത്യം നടന്ന അങ്ങനെ പറയുമല്ലോ, ഇങ്ങനെ പറയും. അപ്പോൾ അത് ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല. അത് മാത്രമല്ല അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും ഈ ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. പക്ഷെ ചില സാഹചര്യങ്ങളിൽ അങ്ങനെ പറയാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരിക്കലും ഒരു കേസ് ഇതേപോലെ ചെയ്യുന്ന സമയത്ത് എനിക്ക് അൺഡിസോൾവ്ഡ് ടാബ്ലറ്റ് കിട്ടി. ക്യാപ്സ്യൂളല്ല, ഗുളിക വിഴുങ്ങിയത് ആ മേശത്തിൽ നിന്ന് കിട്ടി. ഒരു 9:45 ആ സമയത്ത് മറ്റോ വിളിച്ചപ്പോഴും മാമി ഗുളിക മരുന്ന് സാപ്പിട്ടാന്നോ അങ്ങനെ എന്തോ ചോദിക്കുമ്പോഴേ അവർ പറയുന്നുണ്ട്, അതാ ഇപ്പോഴത്താ എടുത്ത് കഴിച്ചത്, അപ്പോഴാണ് കോള് വന്നത് എന്ന് പറഞ്ഞാൽ അവർ കോള് കട്ട് ചെയ്യുന്നു. പക്ഷേ നമ്മൾ കാണുന്ന സമയത്ത് ആ ടാബ്ലറ്റ് ഡിസോൾവ് ചെയ്യാതെ കാണുന്നു. അപ്പോൾ അതായത് അതിന് ശേഷം വലിയ വ്യത്യാസമില്ലാതെ മരണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ അല്ല, അതൊരു അസ്വാഭാവിക മരണമായിരുന്നു. പ്രതിയെ കിട്ടിയില്ല. എത്ര സമയം കഴിഞ്ഞാലാണ് ഇത് അഴുകി തുടങ്ങുക ശരീരം? നമ്മുടെ ഇവിടെ ആൾക്കാർ പറയില്ലേ, ആൾ വടിയായി എന്ന് പറയും.
ഈ വടിയായി എന്ന് പറയുന്നത് എന്താണ്, അതായത് ഇംഗ്ലീഷിൽ ഗോൺ സ്റ്റിഫ് എന്ന് പറയും. നമുക്കൊരു വടി എടുത്ത് പൊക്കുന്നത് പോലെ ഈ ബോഡി പൊക്കാൻ പറ്റും, കാരണം ഫുൾ റൈഗറിൽ നിൽക്കുന്ന സമയത്ത് 4 മുതൽ 6 മണിക്കൂറിനുള്ളിലൊക്കെ റൈഗർ ഫുള്ളായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണാറുണ്ട്. പിന്നെ ഉള്ളത് ഈ ഡീകമ്പോസിഷൻ്റെ ചേഞ്ചസ് ആണ് തുടങ്ങുന്നത്. ഡീകമ്പോസിഷൻ്റെ ചേഞ്ചസ് നമ്മൾ ആദ്യം പറയുമ്പോൾ സീക്കം എന്ന് പറയുന്ന നമ്മുടെ അപ്പൻഡിക്സ് ഒക്കെ ചേർന്നിട്ടുള്ള ആ ഭാഗം, അത് വയറിൻ്റെ ഭിത്തിയായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്നതാണ്. ബാക്ടീരിയ വളരെ പെട്ടെന്ന് പ്രോലിഫറേറ്റ് ചെയ്ത് വന്നിട്ട് അവിടെ ഒരു നിറവ്യത്യാസം വരും. പിന്നെ അത് കഴിഞ്ഞാൽ ഈ റൈഗർ മോർട്ടിസ് പാസ് ചെയ്ത് 18 മണിക്കൂർ കഴിഞ്ഞാൽ പാസ് ചെയ്ത് തുടങ്ങും. 18 മുതൽ 36 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായിട്ട് അത് പാസ് ചെയ്ത് പോകും. ഇതിനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ആക്ച്വലി എന്താ പറയുന്നതെന്നോ, ഒരു റേഞ്ചാണ് പറയുക. നോട്ട് ദ ടൈം ഓഫ് ഡെത്ത്, മരണസമയമല്ല പറയുക, മരിച്ചിട്ട് ഇത്ര മണിക്കൂറിൽ ഏകദേശം ഇത്ര മണിക്കൂറിൽ കൂടുതലും ഇത്ര മണിക്കൂറിൽ കുറവുമായിട്ടുണ്ട്. പക്ഷെ അവിടെ കുറച്ചുകൂടി ഇത് നാരോ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ആമാശയത്തിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ. സാധാരണ ഭക്ഷണം കാലിയാകുന്ന സമയം എന്ന് പറഞ്ഞാൽ 2 മുതൽ 6 മണിക്കൂർ വരെയാണ്. ഇപ്പോൾ ഭക്ഷണം കാണുകയാണെങ്കിൽ ലാസ്റ്റ് ഭക്ഷണം കഴിച്ചിരിക്കുന്നത് മരിക്കുന്നതിന് 6 മണിക്കൂറിനകമുള്ള സമയത്താണ്. അപ്പോൾ ആൾക്കാരുടെ പലപ്പോഴും ഉള്ളൊരു തെറ്റിദ്ധാരണ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൃതദേഹം ഇത്ര അഴുകി പക്ഷേ തലേ ദിവസം മരിച്ചു, 24 മണിക്കൂർ പോലും ആയിട്ടില്ല ഇയാൾ അവിടെ കണ്ടിട്ട്. വളരെ അഡ്വാൻസ്ഡ് ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിൽ 18 മണിക്കൂറിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ മാർബിളിങ് എല്ലാം വന്നിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് മാർബിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പുറമെയുള്ള വെയിൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് ഇങ്ങനെ വര പോലെ കാണും. കാരണം അതിലെ ബ്ലഡാണ് ആദ്യം ഡീകമ്പോസ് ചെയ്യുക. ബ്ലഡ് വളരെ ഈസി ആയിട്ട് ഡീകമ്പോസ് ചെയ്യുന്നതുകൊണ്ട് അതിലുള്ള ആ ബ്ലഡിൻ്റെ അത് നീല നിറത്തിൽ ഇങ്ങനെ വര പോലെയായിട്ട് കാണും. അപ്പോൾ അതിനാണ് നമ്മൾ മാർബിളിംഗ് ഉപയോഗിക്കുന്ന ടേം. ഇതൊക്കെ ഒരു 16-18 മണിക്കൂറിലൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്. പാലക്കാട് ചെറിയ ഇടുങ്ങിയ കുടിസ് മുറിയിൽ, വായുസഞ്ചാരമില്ലാത്ത മുറിയിൽ അടച്ച് ചൂട് കാലത്ത് അടച്ചു പൂട്ടി കിടന്നു കഴിഞ്ഞാൽ ഡീകമ്പോസിഷൻ വളരെ ഫാസ്റ്റായിട്ട് നടക്കും. അന്നൊക്കെ സൈറ്റ് ഓട്ടോപ്സി ഒരുപാട് ചെയ്യുമായിരുന്നു. 2007-2008 കാലഘട്ടം വരെ. ആ സമയത്താണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഒരു ഡയറക്ഷൻ വന്നത്. അതായത് ഒരു മോർച്ചറിയുടെ അകത്ത് വെച്ചല്ലാതെ ഒരു മനുഷ്യ ശരീരം കീറി മുറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുള്ളൊരു നിർദ്ദേശം വന്നു. അതിനു മുമ്പേ സ്ഥിരമായിട്ട് സൈറ്റിലൊക്കെ പോയിട്ട് ചെയ്യുമായിരുന്നു. ഒരിക്കൽ ഇതേപോലെ ചെയ്യുമ്പോൾ എനിക്ക് വന്ന് വെള്ളത്തിൽ വീണ് മരിച്ചതാണ്. ഇതിൽ സംഭവിക്കുക എന്താ വെച്ചാൽ വയറ് വീർക്കും ചിലപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ കഴിയുമ്പോൾ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഇൻഡസ്ട്രൈനിൻ്റെ അകത്ത്, ആമാശയത്തിൻ്റെ അകത്തും കുടലിൻ്റെ അകത്തും ഒക്കെ ഈ ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായിട്ട് ഗ്യാസ് വന്ന് നിറയുന്നു. ആ ഗ്യാസ് നമ്മുടെ ഡയഫ്രം ഉണ്ട്, അതിന് മുകളിലേക്ക് പുഷ് ചെയ്യും. കാരണം ഇവിടെ പ്രഷർ കൂടും, സ്വാഭാവികമായിട്ടും ഇത് പുറത്തേക്ക് പോകാൻ വഴിയില്ല. അപ്പം മുകളിലേക്ക് പുഷ് ചെയ്യുമ്പോൾ ഈ ലങ്സിൽ ഓൾറെഡി അത് അഴുകി തുടങ്ങിയിരിക്കുന്ന ലങ്സാണ്, അതിൽ നിന്ന് ഈ രക്തം കലർന്ന പോലുള്ളൊരു ഫ്ലൂയിഡ് ചിലപ്പോൾ വായുന്നു വരും. അത് ആൾക്കാർ ബ്ലീഡിംഗ് ആയിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. ചിലപ്പോൾ ഈ നാക്ക് പുറത്തേക്ക് തള്ളി വരും, കണ്ണ് പുറത്തേക്ക് തള്ളി വരും. അപ്പോൾ ഈ നാക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുന്നു, കണ്ണും പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. അതൊരു 3 ദിവസം ആയ കേസായിരുന്നു. വെള്ളത്തിൽ വീണതാണ്. അപ്പോൾ ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്യാനപ്പോൾ ബോഡി കരക്കൊക്കെ എടുത്ത് വെച്ച് അവർ ഇൻക്വസ്റ്റ് ഇതൊക്കെ എടുത്ത് നിൽക്കുമ്പോഴേക്കും എൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് മാറി നിന്നിട്ട് ഒരാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ പറയുകയാണ്, അത് പലക പോലുള്ളൊരു സാധനം കൊണ്ട് തലയുടെ പുറകിൽ ഒരൊറ്റ അടിയാണ്. ആ അടിയാണ് ആ നാക്കും കണ്ണും അങ്ങനെ തള്ളി വന്നിരിക്കുന്നത്. അപ്പോൾ അതായത് അയാളത് ഹെഡ് ഇഞ്ചുറി ആണ് എന്ന് എന്നോട് പറയാതെ ഇങ്ങനെ പറയണം. അയാൾ വേറെ ഉള്ളവരോടെ പറയുന്നത്, പക്ഷെ ഞാൻ കേൾക്കുന്നു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് പറയുക. അഴുകിക്കഴിഞ്ഞാൽ ഈ ഒരു 3 ദിവസം കഴിഞ്ഞാൽ ഈ മുടി മൊത്തമായിട്ട് ഇങ്ങോട്ട് ഇളകിപ്പോരും ചിലപ്പോഴും. അപ്പോൾ പലപ്പോഴും കടലിൽ നിന്നൊക്കെ ചിലപ്പോൾ 3 ദിവസം കഴിഞ്ഞ് കിട്ടുന്ന ബോഡിയിൽ ഈ തലമുടി ഉണ്ടാവില്ല, അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് കിട്ടുന്നത്. എത്രയോ പ്രാവശ്യം എൻ്റെ അടുത്ത് വന്ന ആൾക്കാരാണ്, സാർ മുട്ടയടിച്ചിട്ടുണ്ട്, മുട്ടയടിച്ചിരിക്കുന്നു എന്നാ പറയുക. അല്ല സാർ നേരത്തെ പറഞ്ഞില്ലേ വയറ് വീർക്കുന്നത്, അത് വെള്ളം കയറി വയറ് വീർക്കാന്നാണ് ഞാനൊക്കെ കരുതിയിട്ടുള്ളത്. അങ്ങനെയല്ല അല്ലേ ബാക്ടീരിയയുടെ പ്രവർത്തനം? അല്ല, ഇത് അഴുകിയ ബോഡിയിൽ വയറ് വീർക്കുന്നത് ഈ ബാക്ടീരിയയുടെ പ്രവർത്തനം കൊണ്ട് ഇൻഡസ്ട്രൈനിൽ അതിന് ഗ്യാസ് ഫില്ല് ചെയ്ത് അതിന് ഡിസ്റ്റൻഷൻ. അല്ല, ഈ വെള്ളത്തിൽ നിന്ന് കിട്ടുന്ന ബോഡി ആണല്ലോ എപ്പോഴും വയറ് വീർത്ത പോലെ, ആകെ ചീർത്ത പോലെ ഉണ്ടാവുക. ജനറലൈസേഷൻ ഒന്നുമില്ല. ഇല്ല അല്ലേ, നമ്മൾ അങ്ങനെയാ കരുതിയിരിക്കുന്നത്. അപ്പൊ എല്ലാ ബോഡിയിലും അങ്ങനെ വയറ് വീർത്ത അവസ്ഥ ഉണ്ടാവുമോ? സമയം കഴിഞ്ഞാൽ പ്രിസർവ് ചെയ്തില്ലെങ്കിൽ നമ്മൾ മറ്റേ ഇതിനകത്ത് വെച്ചിട്ട് ഫ്രീസറോ അതേപോലുള്ള ഇതിൽ വെച്ച് പ്രിസർവ് ചെയ്തില്ലെങ്കിൽ. ഈ മുങ്ങിമരണം ഇല്ലേ, നമ്മൾ ശ്വാസം മുട്ടിച്ച ഒരാളെ കൊന്നതിന് ശേഷം വെള്ളത്തിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഒരിക്കലും ശ്വാസകോശത്തിൽ കടക്കില്ലല്ലോ, അങ്ങനെയല്ല അത് മനസ്സിലാക്കുക, കൊന്ന് വെള്ളത്തിലിട്ടതാന്ന്. അങ്ങനെ അതെന്താ പറയുക, ഇപ്പോൾ ഒരാളെ മുങ്ങി മരിച്ചതാണ് എന്ന് പറഞ്ഞ് കൊണ്ടുവരികയാണെങ്കിൽ മുങ്ങി മരണത്തിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങളുണ്ടോ എന്ന് നോക്കും. ഒരാൾ വെള്ളത്തിലേക്ക് അങ്ങ് വീഴുകയാണ്, അയാൾ നീന്തൽ അറിയാത്ത ആൾ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നു. സ്വാഭാവികമായിട്ടും അയാളുടെ റെസ്പോൺസിൽ അയാൾ കുറേ വെള്ളം ശ്വസിച്ച് കയറ്റും, അതേപോലെ തന്നെ കുറേ വെള്ളം കുടിക്കുകയും ചെയ്യും.
അപ്പോൾ ഈ മനുഷ്യൻ്റെ ശരീരം എന്ന് പറയുന്നത് ഒരാളും മുങ്ങി മരിക്കരുത് എന്നുള്ള ആ ഒരു രീതിയിലാണ് ഒരു മനുഷ്യ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്, ശരീരം എല്ലാവരുടെയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അറ്റ് ഫുൾ ലങ് കപ്പാസിറ്റി, ഇത് ഞാൻ പറയുന്നതല്ല, ടൈലേഴ്സ് മെഡിക്കൽ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന ബൈബിൾ ഓഫ് ഫോറൻസിക് മെഡിസിൻ എന്ന് പറയുന്ന അതിലുള്ള ഒരു കൃത്യമായ റെഫറൻസാണ്. അതായത് മരണശേഷം ഉടനെ വെള്ളത്തിലിട്ടാൽ 2/3 മൃതദേഹങ്ങളും പൊങ്ങിക്കിടക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ സ്വാഭാവിക മരണം ഉണ്ടാകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഗ്യാസ്പിംഗ് എന്ന് പറയും, ഇങ്ങനെ ഉള്ളിലേക്ക് വലിക്കും, പക്ഷേ പുറമേക്ക് പോവില്ല. ഇത് ഊർജ്ജം വലിക്കണമെന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ ഈ ഊർജ്ജം വലിക്കുമ്പോൾ ഉള്ളിലേക്കാണ്. അപ്പോൾ ഈ ലങ് ഇങ്ങനെ വികസിച്ച് വരും, ഇതിൻ്റെ അകത്ത് എയർ എന്ന് അറിയും. അപ്പോൾ ഫുൾ ലങ് കപ്പാസിറ്റിയിൽ ഇതിട്ടാൽ അത് ഈ ബോഡീനെ മുഴുവൻ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യിക്കാനുള്ള ആ ഒരു പൊങ്ങിക്കിടക്കാനുള്ള ആ ഒരു ഇത് അതിലുണ്ട്, എയറുണ്ട്. അപ്പോൾ ഒരാളെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്നത് അയാളുടെ ശ്വാസകോശത്തിലെ വായു, അയാളുടെ ആമാശയത്തിലെയും മറ്റേ കുടലിലെയും ഒക്കെ ഉള്ള വായു, അതേപോലെ ശരീരത്തിലെ നെയ്യ്, ഫാറ്റ്, ഈ സംഗതികളൊക്കെയാണ് ഇത് ഇതാണ് ബോയൻസി, നാച്ചുറൽ ബോയൻസി ഓഫ് ദി ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തല മാത്രമായിട്ട് വെള്ളത്തിലിട്ടാൽ അങ്ങനെ താഴ്ന്നു പോകും, കൈയും കാലും മാത്രമായിട്ട് വെള്ളത്തിലിട്ടാൽ അങ്ങനെ താഴ്ന്നു പോകും. ഏതൊരു മനുഷ്യൻ്റെ ഉടൽ മാത്രമായിട്ട് ഏത് കണ്ടീഷനിലിട്ടാലും അത് പൊങ്ങിക്കിടക്കും. ഒരാൾ വെള്ളത്തിലേക്ക് വീണ് വെള്ളം കുടിക്കുന്നു, അതേപോലെ വെള്ളം ശ്വസിച്ച് കയറ്റുന്നു. അപ്പോൾ എന്ത് പറ്റും? ഇത് ഈ കുറേ വായു പുറത്തേക്ക് വരും. അതാണ് വെള്ളത്തിൽ മുങ്ങിപ്പോയി കഴിയുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ ഇങ്ങനെ കാണിക്കും, കുമ്പള പോലെ. അപ്പോൾ ഈ എയർ ഡിസ്പ്ലേസ് ചെയ്യാണ്. ഇതൊരു 2-3 പ്രാവശ്യം ഈ പ്രോസസ്സായി കഴിയുമ്പോഴേക്കും എന്ത് പറ്റുക വെച്ചാൽ ഈ ബാലൻസ് തെറ്റും, പിന്നെ പൊങ്ങാൻ പറ്റാതെ താഴ്ന്നു നിൽക്കുന്നു. ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ പാസീവ് ബ്രീത്തിങ് എന്ന് പറയുന്നതാണ്. അറിയാതെ ഇങ്ങനെ ഇത് ശ്വസിച്ചുകൊണ്ടിരിക്കും. പാസീവ് ബ്രീത്തിങ്ങിൻ്റെ സമയത്ത് വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുപാടുമുള്ള മണ്ണ്, ചെളി അല്ലെങ്കിൽ ചെറിയ ഇലയുടെ ഇങ്ങനെയുള്ള സാധനങ്ങൾ അറിയാതെ ശ്വസിച്ച് കയറ്റിയാൽ ഇത് ശ്വാസനാളത്തിൽ കാണും. ഇങ്ങനെയുള്ളത് നമ്മൾ ശ്വാസനാളത്തിൽ കണ്ടാൽ നമുക്ക് 100% ഉറപ്പിക്കാം മുങ്ങിമരണമാണ്. പിന്നെ വേറൊരു പ്രൂഫ് സാധാരണ ഇതിലുണ്ടാകുന്ന വെച്ചാൽ നമ്മൾ ഈ ശ്വസിക്കുകയാണ്, വെള്ളം ശ്വസിച്ച് കയറ്റുകയാണ്. അപ്പം ഓൾറെഡി കുറേ ഏറിയ ലങ്സിൽ ആൽവിയോളയിലുണ്ട്, അത് ട്രാപ്ഡാണ്. അപ്പം നമ്മൾ ഈ ശ്വസിച്ച് ഉള്ളിലേക്ക് എടുക്കുന്ന വെള്ളവും മ്യൂക്കസും ചെറിയ കഫവുമായിട്ട് മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ ഉള്ളിലേക്ക് ഒരു വാൽവ് പോലെ, ഒരു 1 വേ വാൽവ് പോലെ ഓരോ പ്രാവശ്യം വെള്ളം ശ്വസിച്ച് കയറ്റുമ്പോഴും ഈ ലങ്സിൽ ട്രാപ്ഡ് എയറിനെ അങ്ങോട്ട് തള്ളും പെരിഫറിയിലേക്ക്. അത് ലങ്സ് വലുതാക്കും. അതിന് വോളിയൂമിനസ് ലങ്സ് എന്നൊക്കെ പറയും, ഡ്രൗണിങ് ലങ്സ് എന്ന് പറയും. അത് മുങ്ങിമരണത്തിൽ കാണാൻ ലങ്ങിൻ്റെ പിക്ചർ അതിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം. ഇനി വേറൊന്നെന്ന് പറയുന്നത്, ഇതിങ്ങനെ നിറഞ്ഞ് കഴിഞ്ഞാൽ ചെസ്റ്റ് ക്യാവിറ്റിയാണ്, വാരിയലുണ്ട്, നെഞ്ചിൻ കൂടുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് ലങ്സിന് വികസിക്കാൻ പറ്റില്ല. പക്ഷേ ഇയാൾ മരണം വരെ ഇങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രഷർ കുറേ ആയി കഴിയുമ്പോൾ എന്ത് വരും വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ഈ ശ്വാസനാളിയിൽ കൂടി ഇങ്ങനെ സ്ക്വീസ് ചെയ്ത്, നമ്മളൊരു സ്പോഞ്ചിൽ നിന്ന് ചെറിയൊരു സോപ്പ് വെള്ളത്തിൽ സ്പോഞ്ച് എടുത്തിട്ട് ഒന്ന് നല്ലോണം മുക്കിയിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരും? നല്ല പത വരും. അതേപോലെ ഈ ആളുടെ ഈ ശ്വാസനാളിയിൽ കൂടി ഈ സംഗതികൾ സ്ക്വീസ് ചെയ്ത് പുറത്തേക്ക് വരും, എയർ ചെറിയ ചെറിയ ബബിൾസായിട്ട്. ആ ബബിൾസ് വന്നാൽ ഇവിടെ ഒരു വലിയൊരു ബഞ്ച് ഓഫ് ഫ്രോത്തായിട്ട് കാണാറുണ്ട് പല മുങ്ങിമരണങ്ങളും. പുറമേന്ന് മരിച്ചിട്ട് പിന്നെ കൊണ്ടിട്ടാണെങ്കിൽ ഈ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതൊന്നുമില്ലാതെയും മുങ്ങിമരണം സംഭവിക്കാം. പണ്ട് കാലത്തൊക്കെ ഡ്രൈ ഡ്രൗണിങ് എന്നൊക്കെ നമ്മൾ പറയും അതിന്. ഇപ്പം അങ്ങനത്തെ ഉള്ള ടെർമിനോളജി ഒന്നും ഉപയോഗിക്കാറില്ല. അതായത് പെട്ടെന്ന് വെള്ളത്തിലേക്ക് വീഴുന്ന ഷോക്കിൽ പേടിച്ചിട്ട് ആ സഡൻ ന്യൂറോജനിക് ഷോക്ക് ഉടനെ എത്താവാം. പക്ഷെ ഇങ്ങനെ മുങ്ങി മരിച്ച കേസുകൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ പൊങ്ങുന്നില്ലേ, അതിൻ്റെ ഒരു സയൻസ് എന്താ? പൊങ്ങുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഉത്തരവുണ്ട്. അതിൽ ജസ്റ്റ് ആലോചിച്ച് നോക്കിയോ, കുടലിൽ ബാക്ടീരിയ ഉണ്ട്. ഈ ബാക്ടീരിയ ഗ്യാസ് ഫോം ചെയ്യാൻ തുടങ്ങും, വയറിൽ ഗ്യാസ് നിറയും. ഈ ഗ്യാസ് നിറയുമ്പോഴും പൊന്തി വരും. ഉത്തമൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ആ സിനിമ വന്നാൽ ആ കാലത്ത് 2 പ്രാവശ്യമാണ് അങ്ങനത്തെ കേസ് കിട്ടിയത്. ആ സിനിമ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ്, കുറച്ച് ദിവസങ്ങൾക്കുള്ളിലാണ്, ആദ്യകാലങ്ങളിൽ. അതിൽ പറയുന്നുണ്ട്, ഒരാളെ കൊന്നിട്ട് കൊണ്ടേ വെള്ളത്തിൽ ഇടാൻ പറയുമ്പോൾ വയറ് കീറി കല്ല് കെട്ടി താത്തണമെന്ന് പറയും. അത് ഡീകംപ്രസ് ചെയ്യലാണ്. ശരി. അപ്പോൾ ബാക്ടീരിയ ഫോം ചെയ്ത് അല്ല, വീർക്കില്ല, അപ്പോൾ പൊങ്ങി വരില്ല. അപ്പോൾ പൊങ്ങി വരില്ല അല്ലേ ശരിക്കും? അല്ല, വയറ്. പക്ഷേ അതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടലിലുള്ളതൊക്കെ ഉണ്ടല്ലോ, അതുപോലുള്ള സാധനമൊക്കെ വീർത്ത് പൊന്തി വരും. പിന്നെ ഈ മുങ്ങി മരണത്തിലെ മുങ്ങി മരിക്കുന്നതും മുക്കി കൊല്ലുന്നതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. കൂടെ നീന്തുന്നതിൻ്റെ ഒപ്പം ഈ അരയിൽ ഇങ്ങനെ തോർത്ത് കെട്ടുന്നൊരു പരിപാടിയുണ്ട് ചിലർക്ക്. അപ്പോൾ
അതിൽ പിടിച്ചിട്ട് അങ്ങ് താഴ്ത്തി. ഈ നിലയില്ലാത്ത സ്ഥലത്താണെങ്കിൽ മറ്റേയാൾക്ക് നീന്തൽ അറിയാവുന്ന ആളായിരിക്കും, പക്ഷേ അയാൾ ഹെൽപ്ലെസ് ആണ്. അപ്പോൾ നീന്തൽ അറിയുന്ന ആളാണ്, ഹെൽത്തിയാണ്, പക്ഷേ ശരീരത്തിൽ എവിടെയാണ് പരിക്കുണ്ടാവുക? ഫോഴ്സ്ഡ് ആണെന്ന് മനസ്സിലാവില്ല പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ. ഒരു ചെറിയ കുട്ടിയുടെ കാര്യം വിചാരിക്കുക. അപ്പോൾ പുറകിൽ ഒരു ചെളിയിൽ ചവിട്ടി താഴ്ത്തി. അപ്പോൾ ഈ പുറത്ത് ആ ഭാഗത്ത് ആ രീതിയിലുള്ള ചതവുകളുണ്ട്, വലിയ തോതിൽ ചെളി ഇത് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ തൂങ്ങി മരണവും അതുപോലെ കഴുത്ത് ഞെരിച്ചുള്ള കൊലപാതകവും മനസ്സിലാവില്ലേ? കഴുത്ത് ഞെരിച്ചുള്ളതാണെങ്കിൽ അത് വ്യത്യാസമുണ്ട്, രണ്ടും രണ്ടാണ്. നമുക്കൊക്കെ അറിയാം, ഇവിടെ ഒരു അടി കൊണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചതവ് വരുന്നു. ഞാൻ ഇവിടെ അടിക്കുമ്പം രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ഈ ഭാഗത്ത് അമരുന്നു, ആ ഫോഴ്സ് കൊണ്ട് അമർന്നു പോകുമ്പോൾ ഈ അമർന്ന ഭാഗത്തിൻ്റെ അടിയിലുള്ള ബ്ലഡ് രണ്ട് വശത്തേക്കും മാറുന്നു. അവിടെ ബ്ലഡ് ഇല്ലാത്തൊരു സ്പോഞ്ചിൽ വെള്ളത്തിൽ കുതിർത്തിയിട്ട് അമർത്തി നോക്കിയാൽ അറിയാം, വെള്ള നിറമാവും. ബലത്തിൻ്റെ തോതനുസരിച്ചിട്ട് ചിലപ്പോൾ ചെറിയ രക്തക്കൊഴലുകളൊക്കെ പൊട്ടും, ക്രാക്ക് വരും. അപ്പോൾ ചതവുണ്ടാവുന്നത് ഈ അമർത്തുമ്പോഴല്ല. ഇത് കഴിഞ്ഞ് ഞാൻ ഈ കൈ ഇങ്ങോട്ട് പൊക്കുമ്പോഴെന്ത് പറ്റും? എനിക്ക് ജീവനുണ്ട്, ഹാർട്ട് പമ്പ് ചെയ്യുന്നുണ്ട്, ബ്ലഡ് അണ്ടർ പ്രഷറാണ്, മൂവിങ് ആണ്. പക്ഷെ കൈ മാറ്റുമ്പോൾ രണ്ട് ഭാഗത്തുനിന്ന് നടുവിലേക്ക് തിരിച്ചു വരും. ഈ പൊട്ടിയ രക്തക്കൊഴലിൽ നിന്ന് ഈ നമ്മളുടെ തൊലിയുടെ അടിയിൽ ഉള്ള ഭാഗത്ത് ചുറ്റിലേക്ക് രക്തം പരക്കുന്നു. ഇതാണ് ശരിക്കുള്ള ചതവെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾ തൂങ്ങി മരിക്കുന്നു, പക്ഷെ അവിടെ ഈ കയറ് പിന്നെ ആരെങ്കിലും വന്ന് ഇയാൾ അഴിച്ചിറക്കുമ്പോൾ മാത്രമേ മാറ്റുന്നുള്ളൂ. അപ്പം ഞാൻ നേരത്തെ ചതവുണ്ടാകുന്നു എന്ന് പറഞ്ഞതിൽ ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമേ നടക്കുന്നുള്ളൂ. രണ്ടാമത്തെ സ്റ്റെപ്പ് റിലീസായിട്ട് വരുന്ന ആ സ്റ്റെപ്പ് വരുന്നില്ല. ഇനി വേറൊരാൾ നിന്ന് മുറുക്കുകയാണെന്ന് വിചാരിക്കുക, ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആദ്യം കൊതറും അല്ലേ? ഞാൻ കൊതറുമ്പോൾ ഞാൻ ഇങ്ങോട്ട് തിരിയും. ഇങ്ങോട്ട് തിരിഞ്ഞാൽ എന്തായി? ഇവിടെ ഒന്ന് ലൂസാവും. അപ്പം നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ സ്റ്റേജ് ഇവിടെ വന്നു. ഇവിടെ ഉള്ളിൽ രക്തം കങ്ങിയിട്ടുണ്ടാവും. ഇങ്ങോട്ട് തിരിയുന്നു, അപ്പം ഇവിടെ അങ്ങനെ ധാരാളമായിട്ട് വരും. ഇതൊക്കെ പറയുമ്പോഴേ ലൂപ്പ് ഹോൾസ് ഒക്കെ ഒഴിവാക്കി വളരെ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം വരുമോ? കഴുത്തിൽ എന്തെങ്കിലും ഇതുള്ള സംശയമുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ തുറക്കുന്ന സമയത്ത് കഴുത്തിൽ ഏതെങ്കിലും ഒരു ഇൻഫിൽട്രേഷൻ ഉള്ളതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഫ്ലാപ്പ് ഡിസെക്ഷൻ ഓഫ് നെക്ക് ഇൻ എ ബ്ലഡ്ലെസ് ഫീൽഡ്, അത് ആ മെത്തേഡ് എടുക്കും. അതായത് ഇവിടെ നിന്ന് തുറക്കണതിന് പകരം ഇവിടെ ഈ നെഞ്ചിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് മാത്രം തുറക്കുന്നു, വയറിലെ നെഞ്ചിലെ അവയവങ്ങൾ മാറ്റും, തലച്ചോറിലെ എല്ലാം ഇത് മാറ്റുന്നു. ഈ കഴുത്തിലെ ഭാഗത്ത് ബ്ലഡ്ലെസ് ഫീൽഡായിരിക്കും. അപ്പോൾ അവിടെ ഡിസെക്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇത് മരണത്തിന് മുമ്പുണ്ടായതാണെന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും. അതായത് ഒരു ഫോറൻസിക് സർജൻ പോസ്റ്റ്മോർട്ടം ചെയ്താൽ എങ്ങനെയൊക്കെ ഒളിച്ചു വെച്ചിട്ട് ഇതാണെന്ന് വെച്ചാലും അത് കണ്ടുപിടിച്ചിരിക്കും. ഒരാളെ മുങ്ങി മരിച്ചു, പക്ഷേ അതിനു മുമ്പേ അയാളെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് അബോധാവസ്ഥയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ആന്തരികമായിട്ട് കിട്ടുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ ശ്വാസനാളത്തിൽ മണൽ അതേപോലെ ചെളി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൺഫർമേറ്റീവ് ആയിട്ടുള്ള ഫൈൻഡിങ് ആണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെത്തേഡ് സാധാരണ ഫോളോ ചെയ്യുന്ന മെത്തേഡ് ചെയ്യുമ്പോൾ ഈ ബ്ലഡ് ശ്വാസനാളിയിലേക്ക് കയറാനും ഈ പറയുന്ന വളരെ ട്രേസ് ആയിട്ടുള്ള മണൽത്തരിയുടെ ഇതൊക്കെ കിട്ടുന്ന അത് നഷ്ടപ്പെടാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സാധാരണഗതിയിൽ ഫ്ലാപ്പ് ഡിസെക്ഷൻ ചെയ്യുന്ന ആ മെത്തേഡിന് ഒരു മോഡിഫൈഡ് മെത്തേഡ് എന്ന് പറയുന്നത്, അത് ഞാൻ 98-99 കാലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് ഡിവൈസ് ചെയ്ത ഒരു മെത്തേഡ്. അപ്പോൾ അത് ഡൽഹിയിൽ അന്ന് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷെർലി മാഡം ഉണ്ടായിരുന്നു അന്ന് ഇതിൻ്റെ കൂടെ. മാഡം ചോദിച്ചു, ഫ്രം നൗ ഓൺ വിൽ ദിസ് ബി നോൺ ആസ് ഗുജറാൾസ് മെത്തേഡ് ഓഫ് ഡിസെക്ഷൻ. സാറിന് മുന്നേ കിട്ടിയതുകൊണ്ട് എൻ്റെ ഉള്ളിലെ കുറേ തെറ്റിദ്ധാരണകൾ മാറ്റണം എന്നുള്ളൊരു ഉദ്ദേശം എനിക്കുണ്ട്. അങ്ങനെയുള്ളതിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടുള്ള ഒരു കാര്യം, ഈ അഴുകി തുടങ്ങിയ ശരീരങ്ങളുണ്ടല്ലോ, ആ ശരീരങ്ങളുടെ സമയം കണക്കാക്കുന്നത് സിനിമയിലാണോ എവിടെയാണോ കേട്ടതെന്ന് എനിക്കറിയില്ല, ഈ അതിലുള്ള പുഴുക്കളുടെ വലുപ്പം നോക്കി മനസ്സിലാക്കുന്നു പറഞ്ഞാൽ അത് സത്യമാണോ? അല്ല, അത് ഉണ്ട്. കാട്ടുപ്രദേശമൊക്കെ ആണെങ്കിൽ മണിയൻ ഈച്ച എന്ന് പറയും, അഴുകി തുടങ്ങുന്ന എന്ത് സംഭവത്തിലും അത് പെട്ടെന്ന് പണം പിടിച്ച് പോയി. ഇത്തരം ഈച്ചകൾ ഒരു ഡെഡ് ബോഡി എക്സ്പോസ്ഡ് ആയിട്ട് കിടന്നാൽ അധിക താമസം ഇല്ലാതെ തന്നെ അത് ഈച്ച വരും. അത് നമ്മൾ ഈവൻ ഇപ്പോൾ ഓപ്പണായിട്ടാണ് കിടത്തിയിരിക്കുന്നതെങ്കിൽ പലപ്പോഴും മൂക്കിലും അവിടെ ഇവിടെയൊക്കെ വന്ന് ഈച്ച വന്നിരിക്കാറുണ്ട്. ഈ ഈച്ച വന്നിരിക്കുന്ന ഈച്ച ആ സമയത്ത് അതിന് കുറച്ച് സമയം സെറ്റിലായിട്ടിരിക്കാൻ പറ്റിയാൽ അതവിടെ മുട്ടയിടുന്നുണ്ട്. അപ്പം നമ്മൾ ഏകദേശം 24 മണിക്കൂറിനുള്ളിൽ എക്സ്പോസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു ബോഡിയിൽ ഈ ഇങ്ങനെയുള്ള ഈ ഫ്ലൈസ് വന്നിട്ട് മുട്ടയിടും. ആ മുട്ട വിരിഞ്ഞ് ലാർവ ഉണ്ടാവും. ഈ ലാർവ ഈ അഴുകുന്ന മാംസത്തെയാണ് ഭക്ഷണമാക്കുന്നത്. അത് അതിനകത്തേക്ക് ഉള്ളിലേക്ക് പോകും. പിന്നെ അതിൽ നിന്ന് അത് ഷെല്ല് പോലെയായി അതിൻ്റെ അകത്ത് നിന്ന് ഈച്ച പുറത്ത് വരും. പിന്നെ വീണ്ടും അത് മുട്ടയിടും. ഇങ്ങനെ മൾട്ടിപ്പിൾ ലെയേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു കാലഘട്ടം വെച്ചിട്ട്
എന്താ പറയുക സമയം നമുക്ക് ഏകദേശം, അതായത് അത് ആഴ്ചകളിലൊക്കെ പറയാൻ പറ്റുള്ളൂ. സീനിൽ പോകുമ്പോഴേ ചില ബോഡി മരിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും, കുറേ ഇതായിട്ടുണ്ടാവും, ദിവസങ്ങളായിട്ടുണ്ടാവും, വളരെ അഴുകിയ സ്ഥിതിയിലായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഇത് പോയ്സണിങ് ആണ്. അപ്പോൾ പോയ്സൻ്റെ യാതൊരു ലക്ഷണവും ഉണ്ടാവില്ല. ഈ പോയ്സണിങ് ബോഡിയിൽ മിക്കവാറും ഈച്ചകൾ വലിയ തോതിൽ വരില്ല. ഡോക്ടറുടെ അടുത്തെത്തിയ കേസുകളിലെ ഈ ആത്മഹത്യയാണെന്ന് കരുതി കൊണ്ടുവന്ന കേസുകൾ കൊലപാതകമാവുകയും കൊലപാതകമാണെന്ന് കരുതി കൊണ്ടുവന്ന കേസുകൾ സ്വാഭാവിക മരണമാവുകയും ചെയ്ത കേസുകളൊക്കെ ഉണ്ടാവില്ല. ഒരു കുളത്തിൻ്റെ കരയിൽ മണ്ണിൽ നിറച്ച് ബ്ലഡ് സ്റ്റെയിനൊക്കെ കാണുന്നുണ്ട്, മണ്ണ് കുഴഞ്ഞു മറിഞ്ഞ് അവിടെ വലിയ രീതിയിൽ കുറേ ആൾക്കാർ കൂടി അടിപിടി കൂടിയ രീതിയിലുള്ള ഇതുണ്ട്. അവിടെ ഒരാൾ മരിച്ചു കിടക്കുകയാണ്, വായിൽ നിന്നും ഇതിൽ മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്നുണ്ട്, മരണത്തിൽ സംശയമുണ്ട് എന്ന് എഴുതിയിട്ട് തന്നെയാണ് കൊണ്ടുവരുന്നത്. കംപ്ലീറ്റ് ക്ലീൻ ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ അങ്ങനെയുള്ള പരിക്കുകൾ പുറമേക്ക് മറ്റൊന്നും കാണുന്നില്ല. മീൻ കുടുങ്ങിയിരിക്കുകയാണ് തൊണ്ടയിൽ. ഈ മീനിനെ പിടിച്ചു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കടിച്ചു പിടിക്കും. ഒരെണ്ണത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനിങ്ങനെ അതിൻ്റെ തല അകത്തേക്ക് ആക്കിയിട്ട് ഇങ്ങനെ കടിച്ചു പിടിക്കും, എന്നിട്ട് അടുത്തതിനെ പിടിക്കാൻ നോക്കും. ആ ഒരു സമയം ലാഭിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ എന്ത് പറ്റുക വെച്ചാൽ അറിയാതെ പല്ലൊന്ന് അകന്നു കഴിഞ്ഞാൽ ഈ മീൻ അകത്തേക്ക് കയറും. അകത്തേക്ക് കയറി അത് ഉള്ളിലേക്കാണ് പോവുക. അപ്പം നമ്മൾ ഇതിൻ്റെ വാലിൽ പിടിച്ച് പുറകിലേക്ക് വലിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കൂർത്ത ഇതുണ്ടല്ലോ, മറ്റേ മുള്ള്, ആ മുള്ള് പോലെയുള്ളത് ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വലിക്കുമ്പോൾ അത് കുത്തി തറഞ്ഞ് കൂടുതലും മുറിവുണ്ടാവും, വലിയ തോതിൽ രക്തം വരാൻ തുടങ്ങും. ഞാൻ ആദ്യം അന്വേഷണ ഉദ്യോഗസ്ഥൻ SIനെ വിളിച്ച് ഇതൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ SI പറഞ്ഞു, സാറേ അവരൊക്കെ കൊലപാതകം ഒന്ന് ഉറപ്പിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വളരെ എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻസിൽ ഞാൻ ബന്ധുക്കളെ വിളിച്ച് കാണിച്ചു കൊടുത്ത് ബോധ്യപ്പെടുത്താറുണ്ട്. കില്ലർ ഫിഷ് എന്നും പറഞ്ഞിട്ട് ഞാൻ അതിനെ ഫോർമലിലിട്ട് കുറേ കാലം അവിടെ വെച്ചിരുന്നതാണ്. അതുപോലെ സാധാരണ മരണമാണെന്ന് കരുതി കൊണ്ടുവന്നിട്ട് പിന്നെ അസ്വാഭാവിക മരണോ അല്ലെങ്കിൽ കൊലപാതകമൊക്കെ ആയ കേസുണ്ടോ? പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മരണകാരണം കണ്ടെത്തുക എന്നുള്ളതാണ്. മരണത്തിൻ്റെ രീതി ആത്മഹത്യയാണോ കൊലപാതകമാണോ അല്ലെങ്കിൽ സ്വാഭാവികമാണോ എന്നുള്ളതൊക്കെ അതിലേക്കുള്ള സൂചനകൾ അതുണ്ടെങ്കിൽ അത് നോക്കുക. ഡോക്ടറെ സംബന്ധിച്ച് ഏത് തരം മരണങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യലാണ് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നതും ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആവശ്യമായിട്ടുള്ളതും? എൻ്റെ ധർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ച അയാൾ എന്നെ ഇന്ന രീതിയിൽ ഇന്ന ഭാഗത്ത് വെട്ടി ഇന്ന ഭാഗത്ത് കുത്തി എന്നുള്ളത് അയാൾക്ക് പറയുന്ന പകരം ഞാൻ അവിടെ നിന്ന് പറയണം ആ കോടതിയിൽ. അതുകൊണ്ടാണ് ഞങ്ങളെ മരിച്ചവരുടെ നാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇപ്പം സൂര്യാഘാത മരണം, കേരളത്തിൽ ആദ്യത്തെ സൂര്യാഘാത മരണം പാലക്കാടാണ് എഴുതിയത്. അപ്പോൾ അവിടെയൊക്കെ അത് വന്നത് എങ്ങനെ കുഴഞ്ഞു വീണ് മരിച്ചതായിട്ട് അങ്ങനെയാണ് വരുന്നത്. എത്ര കൂടുതൽ അഴുകുന്നോ അതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. കാരണം അഴുകിയ ബോഡിയിൽ മുറിവും ഈ അഴുകലിൻ്റെ ഭാഗമായിട്ടുണ്ടായ നിറവ്യത്യാസവും തമ്മിൽ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആമയൂർ കൂട്ടക്കൊല കേസുണ്ടായിരുന്നു, ആമയൂരിലെ. എനിക്ക് തോന്നുന്നു 3 ബോഡിയും ഞാൻ സെപ്റ്റിക് ടാങ്കിൻ്റെ അകത്തു നിന്നാണ് 3 ബോഡിയും കിട്ടിയിരുന്നത്. അത് എത്രയോ ദിവസം കിടന്നിട്ട്. അല്ല, അത് കഴുത്ത് മുറുക്കി കൊന്നതാണ്. അത് മനസ്സിലാക്കി ആ ഭാഗത്തെ അത്രയും ഭാഗത്തെ തൊലി മാത്രം കൃത്യമായിട്ട് അഴുകാതെ പോയിട്ടുണ്ട്. ശരി, നമുക്ക് കിട്ടിയില്ല. ആ പാട് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ അതെല്ലാം നമ്മൾ ഇതെല്ലാം എടുക്കുകയും ചെയ്തു. അതിൻ്റെ തെളിവുകളെല്ലാം വെച്ചു. അതിലാണ് ശിക്ഷിക്കപ്പെട്ടത്. അപ്പോൾ ഈ അഴുകിയ ശരീരങ്ങളാണ് പലപ്പോഴും നമുക്കൊരു അഴുകിയ ശരീരങ്ങളിൽ നിന്ന് നമുക്കത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് മുറിവുകളുള്ള ഇതിൽ വരുമ്പോൾ അത് ചലഞ്ചിങ് ആയിട്ട് വരും. റെയിൽവേ കേസുകൾ, ട്രെയിൻ തട്ടി കയറി ഇറങ്ങുന്ന കേസുകൾ വളരെയധികം ചലഞ്ചിങ് ആയിട്ടുള്ള കേസുകൾ. ഈ ട്രെയിനിൻ്റെ സ്ഥലത്തേക്ക് ഒന്ന് അവിടെ കൊണ്ടുപോയി ഇട്ടതാണെങ്കിൽ അത് മനസ്സിലാവും. ഒരു ഡെഡ് ബോഡി മരണശേഷം വലിയ താമസമില്ലാതെ വലിയ ഡിലേ ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ കൊണ്ടുപോയിട്ട് റെയിൽ പാളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് വലിയ കണ്ടുപിടിക്കാൻ വലിയ ചലഞ്ചാണ്. എന്നുവെച്ചാൽ അതിൽ ആൻറ്റിമോർട്ടം വീണ്ടും പോസ്റ്റ്മോർട്ടം വീണ്ടും തിരിച്ചറിയാൻ കുറച്ചൊരു പറ്റും നമുക്ക്. പിന്നെ കുറച്ചൊരു എക്സ്പീരിയൻസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കുറേ സമയവ്യത്യാസം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അല്ല, സമയവ്യത്യാസം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അത് പെട്ടെന്ന് എളുപ്പമാണ്. നമുക്ക് ജീവനുള്ള സമയത്ത് വരുന്നതിൽ കുറച്ചെങ്കിലും അവിടെ ബ്ലഡ് ഇൻഫിൽട്രേഷൻ, അതേപോലെ നമ്മളതിനെ ഒരു വൈറ്റൽ റിയാക്ഷൻ എന്നൊരു വാക്കാണ് ജനറലി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതായത് മരിച്ച ഒരാളുടെ മേല് വണ്ടി കയറി ഇറങ്ങിയ മുറിവും മരിക്കുന്നതിന് മുന്നേ വണ്ടി ഇടിച്ചുണ്ടാകുന്ന മുറിവും തമ്മിൽ വ്യത്യാസം മനസ്സിലാവുന്നല്ലേ? കുറച്ചൊരു ഡിലേ ഉണ്ടെങ്കിൽ വളരെ നന്നായിട്ട് മനസ്സിലാവും. ഉടനെ ആണെങ്കിലാണ് ഇത് വരാതെ. ചിലപ്പോൾ ചലഞ്ചിങ് ആവുക, ചിലപ്പോൾ വെള്ളത്തിൽ കിടന്ന ബോഡിയിലെ മുറിവുകൾ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് ചിലപ്പോൾ. പിന്നെ അഴുകിയ ശരീരത്തിലെ റേപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുമോ? അഴുകുന്തോറും പല ഇതും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. തെളിവുകൾ, മുറിവുകൾ, ചതവുകൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ
അത് തീർച്ചയായിട്ടും മനസ്സിലാവും. റേപ്പിൻ്റെ ഡെഫിനിഷൻ മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമത്തിന് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. ഇല്ല, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടില്ല നിയമത്തിനെ സംബന്ധിച്ചിട്ട് അതിനുള്ള സാഹചര്യങ്ങളുണ്ട്, അത് ഉണ്ടായിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള സാക്ഷിമൊഴികൾ ആ രീതിയിൽ വ്യക്തമായിട്ടുണ്ടെങ്കിൽ അത് ധാരാളമാണ്. പക്ഷേ നമുക്ക് ചില കേസുകളിലൊക്കെ അങ്ങനെയുള്ളത് കിട്ടിയിട്ടുണ്ട്. ഈ അഴുകുന്തോറും എന്താ വെച്ചാൽ DNA എക്സ്ട്രാക്ഷനൊക്കെ വലിയ പ്രശ്നമായിട്ട് പരിശോധിച്ചിട്ട് ആരാന്ന് മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കുന്നത് കത്തിയ ബോഡിയിലുള്ള എന്താ പറയുക റേപ്പ് അല്ലെങ്കിൽ മറ്റ് കോസ് ഓഫ് ഡെത്ത് എന്നുള്ള മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും അതിൽ ആദ്യം നോക്കുക ഈ പൊള്ളൽ മരണകാരണമാണോ ഇല്ലയോ എന്നുള്ളതാണ്. ഓക്കെ, അതെങ്ങനെയാണ് ഡോക്ടർ മനസ്സിലാക്കുന്നത്? പൊള്ളലാണോ മരണകാരണം എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അല്ല, അതാണ് ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ. 38 ദിവസം ചികിത്സയിൽ കിടന്നിട്ട് അയാൾ ഒരിക്കലും പോലും പറഞ്ഞിട്ടില്ല. അയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് നോക്കിയപ്പോൾ തീ പിടിച്ചു, മുണ്ടിന് തീ പിടിച്ചു. അതൊരു ആക്സിഡൻ്റൽ ഡെത്തായിട്ടാണ് ആദ്യം മുതലേ ഉള്ള ഒരു നിഗമനം. ആ മുണ്ടിൻ്റെ കത്തിയ അവശിഷ്ടത്തിൻ്റെ ഭാഗം ഇവരെടുത്തു വെച്ചിരുന്നു. ആ സ്ഥലത്തുനിന്ന് പോലീസ് അവിടെ പോയിട്ട് നോക്കിയിട്ട്, ഇയാൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവിടെ പോയിട്ട് നോക്കിയിട്ട് അതെടുത്ത് വെച്ചിരുന്നു. DYSP എൻ്റെ അടുത്ത് അതിൻ്റെ മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് വന്നു. 38 ദിവസം ചികിത്സയിൽ കിടന്നതാണ്. എന്നിട്ട് പിന്നെ എങ്ങനെയാണ് അത് ഇതിനകത്ത് ഈ ഒരു കൊലപാതക സാധ്യത എന്നൊക്കെ പറയുന്നത്? ഞാനൊരു 2 ഇരുമ്പ് ബക്കറ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ആ ലുങ്കി പതിപ്പിച്ച്, എന്നിട്ട് അതിൻ്റെ ഒരറ്റം കൊളുത്തി വിട്ടിട്ട് ഞാൻ കത്തി തീരുമ്പോൾ വന്ന് പറഞ്ഞേക്കൂട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് ഇങ്ങനെ കുറേ സമയം അതിൽ നോക്കി വെക്കുമ്പോൾ എന്താ വെച്ചാൽ ഇതിങ്ങനെ കുറച്ച് കത്തും, പിന്നെ ഒന്ന് ഉരുകലും കത്തലും ഒക്കെ കൂടിയിട്ടാണ്, പിന്നെ കുറച്ച്. പക്ഷേ ഇയാൾക്ക് കറക്റ്റ് പുതച്ച് കിടക്കുന്ന അളവിൽ നെഞ്ചിൻ്റെ ഈ ഭാഗം, മുട്ടുകാലിൻ്റെ ഈ ഭാഗം, അത്രയും ഭാഗത്ത് ആയിട്ടാണ് ഈ പൊള്ളലുള്ളത്. ഇതിൻ്റെ താഴേക്കും ഇല്ല, ഇതിൻ്റെ മുകളിലേക്കും ഇല്ല, ഈ ഇത്രയും ഭാഗത്തുള്ള. അതുകൊണ്ടാണ് 38 ദിവസം അയാൾ ചികിത്സയിലിരുന്നത്. ഇതിൻ്റെ മേലേക്ക് എന്തെങ്കിലും ഒരു ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസ്, അതായത് കത്തിപ്പിടിക്കുന്ന മണ്ണെണ്ണയോ അല്ലെങ്കിൽ നല്ല റെക്ടിഫൈഡ് സ്പിരിറ്റോ, അതേപോലത്തെ ആ സ്പിരിറ്റോ, അങ്ങനെ ചാരയോ, വാറ്റുന്ന ചാരയോ ഉണ്ടല്ലോ, അതേപോലുള്ള സംഗതി വീണാൽ മാത്രമേ ഒന്നായിട്ട് ഇത് കത്തുള്ളൂ. അല്ലാതെ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ കത്തി വരികയാണെങ്കിൽ ചിലപ്പോൾ ഇത്രയും പൊള്ളുമ്പോൾ തന്നെ അയാൾ എഴുന്നേറ്റ് ഓടിയിട്ടുണ്ടാവും. ഇത് ഇയാളുടെ മൊഴി അങ്ങനെയാണ്, പെട്ടെന്ന് തീ പിടിച്ചോ, അങ്ങനെ അയാൾ അതൊക്കെ കൂടി തട്ടി കളഞ്ഞിട്ട് എഴുന്നേറ്റ് ഓടി എന്നുള്ളതാണ്. അയാളുടെ ഉടുത്ത മുണ്ട് പതച്ച് കിടക്കുന്നുണ്ടോ. ഇത് കണ്ടപ്പോഴേക്കും അയാൾക്ക് ബോധ്യമായി, അന്വേഷണ ഉദ്യോഗസ്ഥന് അത് ബോധ്യമായി. അങ്ങനെയാണ് പിന്നീട് അത് ഇതായിട്ട് മാറ്റുന്നത്. ഡോക്ടർ, ഈ കത്തിച്ച ശരീരത്തിൽ അപ്പം അതിന് മുൻപേ കഴുത്ത് ഞെരിച്ചാൽ കൊന്നതെങ്കിലും മനസ്സിലാവും? ഉണ്ടാവും, നമുക്കറിയാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, അവിടെയും നമ്മൾ നോക്കുന്നുണ്ടല്ലോ, ഇവിടെ ഇതെല്ലാം നോക്കുന്നുണ്ട്. പക്ഷേ കത്തി കിടക്കുകയല്ലേ, അപ്പം എങ്ങനെയാണ് മനസ്സിലാവുക? അല്ല, അതിൻ്റെ അടിയിലേക്കുള്ള ഭാഗത്ത് ഇൻഫിൽട്രേഷൻ ഉണ്ടാവും. പിന്നെ കാർട്ടിലേജ് ഉണ്ട്, കാർട്ടിലേജിൻ്റെ ഫ്രാക്ചർ ഉണ്ട്, ഹൈവൈഡ് ബോൺ ഉണ്ട്. ഞാൻ അതിൻ്റെ സാങ്കേതികതയിലേക്ക് അധികം പോകാതിരുന്നതാണ് നേരത്തെ. പിന്നെ പല സിനിമകളിൽ ഈ കത്തിയേറ്റ് കുത്തിയിട്ടുണ്ടാവില്ലേ പ്രതി, പലപ്പോഴും വലിച്ചു വരുമ്പം ദൃക്സാക്ഷി കാണുമ്പം അയ്യോ ഇയാളാണ് കൊന്നത് എന്ന് കരുതിയിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ട കേസ് ഉണ്ടാവല്ലോ. അതുപോലെ ഡോക്ടർ ഒരു കേസിനെ പറ്റി പറഞ്ഞത് ഞാൻ വായിച്ചു. അതായത് തോർത്തുകൊണ്ട് മുറുക്കി കൊല്ലുന്നതാന്ന് ദൃക്സാക്ഷിയായിട്ടുള്ള സഹോദരി കണ്ടു, പക്ഷെ അതല്ലായിരുന്നു സംഭവിച്ചതെന്നുള്ള, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? പത്രത്തിലൊക്കെ രാവിലെ അന്നത്തെ പേപ്പറിലുണ്ടായിരുന്നത് ഇങ്ങനെ മകൻ അച്ഛനെ കഴുത്ത് മുറുക്കി കൊന്നു എന്നുള്ള രീതിക്കാണ് വാർത്ത ഉണ്ടായിരുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്ത് ഞാൻ നോക്കുമ്പോൾ ശരിക്കും കഴുത്തിൽ യാതൊരുവിധ പരിക്കുകളുമില്ല. പക്ഷേ ഇയാളുടെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ആ അറ്റാക്കിൻ്റെ ഭാഗം അത് റപ്ചറായി കഴിഞ്ഞാൽ ഈ ഹാർട്ടിന് ചുറ്റും പെരിക്കാർഡിയം എന്നൊരു ആവരണമുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഇത് നിറയും. അതിൽ ഏകദേശം ഒരു 140-150 മില്ലി ലിറ്റർ ബ്ലഡ് നിറഞ്ഞു കഴിഞ്ഞാൽ കാർഡിയാക് ടാമ്പണേഡ്, പിന്നെ ഹാർട്ടിന് വികസിക്കാനും സങ്കോചിക്കാനും പറ്റാത്ത രീതിയിൽ അമർന്നിട്ട് കാർഡിയാക് ടാമ്പണേഡ് എന്ന് പറയുന്ന രീതിയിൽ സഡൻ ഡെത്ത് ഉണ്ടാവും. ഇത് ഉണ്ടാവില്ല, അങ്ങനെ കുഴഞ്ഞു വീണ ആളും മരിക്കും. നമ്മൾ കുഴഞ്ഞു വീണ മരണങ്ങളിൽ കുറേ എണ്ണത്തിൽ അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഈ കേസിൽ അതാ കാണുന്നത്. പകരം കഴുത്ത് മുറുക്കിയതാണെങ്കിൽ എന്താ കാണുക? കഴുത്ത് മുറുക്കിയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാടുണ്ടാകും കഴുത്ത് പുറമേക്ക്. ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ചതവുകൾ, മറ്റേ ഞാൻ പറഞ്ഞില്ലേ കയ്യിൽ ഒരു ചതവ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ 2 സ്റ്റേജ് എന്ന് പറഞ്ഞു. അമരുമ്പോൾ ഒന്ന്, പിന്നെ കൈ പുറത്തേക്ക് എടുക്കും. സ്ട്രാങ്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്വാസം വലിക്കാൻ പറ്റാതെയല്ലേ ശരിക്കും മരിക്കുന്നത്? ആണോ? അത് ഒരു ഘടകം മാത്രമേ ആകുന്നുള്ളൂ. അത് കൂടാതെ ഇവിടെ ഒരുപാട് വൈറ്റൽ ബോഡീസൊക്കെ ഉണ്ട്. ആ ഒരു വൈറ്റൽ ഇതുള്ള ഭാഗത്തൊരു പ്രഷർ വന്നാൽ അത് മരണത്തിലേക്ക് നയിക്കാം. അപ്പോൾ കഴുത്ത് ഞെരിച്ചുള്ള മരണത്തിൽ ഈ സാധനങ്ങൾ പൊട്ടുന്നതും ഉണ്ടാവും, അത് കൂടാതെ തന്നെ ശ്വാസം കിട്ടാത്തതും രണ്ടും കൂടി കലർന്നിട്ടായിരിക്കും. അത് മുറുകലിൻ്റെ ഫോഴ്സിൻ്റെ അനുസരിച്ചിരിക്കും. ഇത് ഇത്ര മുറുകാനുള്ള ഫോഴ്സ് ഇല്ലെങ്കിൽ പോലും, ചിലപ്പോൾ ചെറിയ തോതിൽ അമർത്തിയാൽ പോലും ഈ രക്തക്കൊഴലുകൾ അമർന്നു കഴിഞ്ഞാൽ, അതിലേക്കൂടി ബ്ലഡ് പോകാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ
അതെല്ലാം അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ കൂടിയിട്ടാണ് അതൊരു കോംപ്ലക്സ്. അതൊന്നും ഉണ്ടായില്ല, പകരം അല്ല, ഈ കേസിൽ അങ്ങനെയുള്ള സംഭവമില്ല. ആകെ ഉള്ളത് ഈ സ്വാഭാവിക മരണത്തിൻ്റെ ലക്ഷണമാണുള്ളത്. അപ്പോഴാണ് ഞാൻ ഹിസ്റ്ററി എടുക്കുന്നത്. അപ്പോൾ ഹിസ്റ്ററി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇയാളുടെ മകനും സുഹൃത്തും തമ്മിൽ എന്തോ അടി കൂടുന്നു. ഇയാൾക്ക് ഇങ്ങനെ ഈ കഴുത്ത് ഇങ്ങനെ തോർത്തിട്ട് നടക്കുന്ന ഒരു ശീലമുണ്ട് ഇയാൾക്ക്. അപ്പോൾ അടി കൂടുന്ന കണ്ടിട്ട് ഇയാൾ ഓടിച്ചെന്ന് ഇവരെ പിടിച്ചു മാറ്റാൻ നോക്കുക, മാറടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ചെന്ന് ആ സമയത്ത് നോക്കുമ്പോഴേക്കും ഇയാൾ അങ്ങനെ കുഴഞ്ഞു വീണു. അതോടുകൂടി ഇവർ അടിയൊക്കെ നിർത്തി ഇവർ രണ്ടുപേരും കൂടി ശുശ്രൂഷിക്കുക. അപ്പോൾ ഈ മകൻ ഇയാളെ എടുത്ത് മടിയിൽ ഇത് വെച്ചിട്ട് ഈ തോർത്ത് എടുത്ത് ഊരുന്നത്, അത് എടുത്തിട്ട് വീശി കൊടുക്കാൻ ഇതായിരിക്കും, അത് ഊരുന്നതാണ്. മകള് ഇവരുടെ ഒച്ചയും ബഹളവും കേട്ട് കരഞ്ഞുകൊണ്ട് മകള് കാണുന്നത്. അപ്പം നീ എന്താടാ അച്ഛനെ ചെയ്തതെന്നോ അങ്ങനെ എന്തോ ചോദിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതോടുകൂടി പെട്ടെന്ന് കേസ് മാറുന്നു, കൊലപാതകമാകുന്നു. ഇലക്ട്രിക് ഷോക്ക് ഏറ്റുള്ള മരണങ്ങളില്ലേ, പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുക, അതോ എന്താ പറയുക ഉള്ളിൽ ആന്തരികാവയവങ്ങളൊക്കെ പരിശോധിച്ചാലാണോ മനസ്സിലാവുക? ഈ ജൂൾ ബേൺ എന്ന് പറയുന്നത് അതായത് ജൂൾ ബേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻറ്റുമായിട്ട് നമ്മുടെ സ്കിന്ന് അല്ലെങ്കിൽ തൊലിയിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുമ്പോൾ കറണ്ട് അതിൽ കൂടി പാസ് ചെയ്യുമ്പോഴാണ് ഉണ്ടാകുന്നത്. അപ്പോൾ രണ്ട് സംഗതിയാണ്. ഒന്ന് ഇലക്ട്രിക് ഷോക്ക്, കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ടെമ്പറേച്ചർ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ പൊള്ളലും ചെറിയ കരിച്ചിലും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ഇടിമിന്നലേറ്റുള്ളതിനും ഈ ജൂൾ ബേൺ വരുമോ? ഇടിമിന്നലേറ്റുള്ളത് പൊള്ളലായിട്ട് ഇതുണ്ടാവാം. അത് എന്താ പറയുക, ഒരു ഫ്ലാഷ് ബേൺസ് പോലെയായിട്ട് ഇത് കാണാറുണ്ട്. വെറും പൊള്ളലായിട്ടുള്ളത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഷോക്കേറ്റുള്ള മരണത്തിന് എല്ലാത്തിനും ഈ ജൂൾ ബേൺ ഉണ്ടാവും, ഇല്ലാത്ത സന്ദർഭം ഉണ്ടാവും? എത്രയോ കേസുകളുണ്ടാവും. അതെങ്ങനെയാണ് മനസ്സിലാക്കുക? അത് മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിഫ്യൂസ് ആയിട്ട് ഉണ്ടായി. ഒരു കേസിനെ പറ്റി പറഞ്ഞു കേട്ടതാണ്. അതായത് ഒരു സ്ത്രീ മരിച്ചു വീട്ടിൽ. സ്വാഭാവിക മരണമാണ്, കുളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുഴഞ്ഞു വീണ് മരിച്ചതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ പിന്നെ നോക്കിയപ്പോഴുണ്ട് വാട്ടർ ടാങ്കിലേക്ക് എന്തോ സ്റ്റേപ്ലർ ഇട്ടിട്ട് അതിൽ നിന്ന് ഒരു ഇലക്ട്രിക് വയർ, സിംഗിൾ വയർ കണക്ട് ചെയ്തിട്ട് അത് പ്ലഗിൽ ഫേസിൽ കുത്തി ഓൺ ചെയ്തിട്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല അതിൻ്റെ അകത്ത് ഉപ്പ് കലക്കിയിരിക്കുന്നു. അപ്പോൾ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് അവനൊരു സിനിമ കണ്ടപ്പോൾ സിനിമയിൽ നിന്ന് കിട്ടിയ ഐഡിയയാണ്. പക്ഷേ ഇത് ഡിഫ്യൂസായിട്ട് വരുന്ന ഇതായതുകൊണ്ട് ബേൺസ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ എത്രയോ കേസുകളിൽ അവിടെയൊക്കെ നമ്മൾ ഈ സാഹചര്യങ്ങളാണ്. വെള്ളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഡിഫ്യൂസായിട്ട് ചിലപ്പം ഇത് വരും. ഡയറക്റ്റ് ഇത് ഒരു വലിയ ഒരു ഏരിയ കോണ്ടാക്റ്റ് വളരെ കൂടുതലായിരിക്കുകയും അത്ര ഹൈ വോൾട്ടേജ് അല്ലാത്ത ഒരു ഇതിലേക്ക് വന്നാൽ ചിലപ്പോൾ നമുക്ക് യാതൊരു ബേൺസും ഇല്ലാതെ കിട്ടും. അതൊക്കെ കാർഡിയാക് അറസ്റ്റ് വന്നിട്ടല്ലേ മരിക്കുന്നത്? അല്ല, അത് ഒരുപാട് മെക്കാനിസം ഉണ്ട്. ഇതൊരു മെക്കാനിസമാണത്. അതായത് നമ്മളുടെ ബ്ലഡാണ് ഏറ്റവും നല്ല ഒരു കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. കാരണം അതിൽ ഹീമോഗ്ലോബിൻ ഉണ്ട്, ഹീമോഗ്ലോബിനിൽ നല്ല രീതിയിൽ അയൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലേ കയറി ചിലപ്പോൾ സർക്യൂട്ട് അതിലേ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഭയങ്കര ചർച്ച ചെയ്യപ്പെട്ടതാണല്ലോ ജോളി കേസ് എന്ന് പറയുന്നത്, സയനൈഡ് കൊടുത്തിട്ടുള്ളത്. ഈ അഴുകിയ ജഡങ്ങളിൽ നിന്ന് ഈ സയനൈഡ് കണ്ടെത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണോ? കണ്ടെത്തുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം വളരെ പെട്ടെന്ന് തന്നെ അത് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു പോയിസണിലൊന്നാണ് വിഘടിച്ചു പോകുന്ന. പക്ഷേ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കൃത്യമായി ഈ ബോഡി പാക്ക് ചെയ്യുന്നതിനൊരു പ്രാധാന്യമുണ്ട്. ആ പാക്ക് ചെയ്തിരിക്കുന്ന ആ പാക്കിങ്ങിൻ്റെ അകത്തുനിന്ന് ഹൈഡ്രജൻ സയനൈഡ് ഗ്യാസ് ആയിട്ടാണ് ഇതങ്ങ് പോവുക. ഡീകമ്പോസ്ഡ് ഇതിൽ സ്റ്റേജിൽ ആ ഗ്യാസ് എസ്കേപ്പ് ചെയ്യാത്ത രീതിയിൽ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അത്രയും എക്സ്പോഷർ വരാതെ അതിൽ നിന്നുള്ള ഇത് കളക്ട് ചെയ്തിട്ട് ഇത് ചെയ്താൽ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ മണ്ണിൽ വെറുതെ പ്ലെയിനായിട്ട് കുഴിച്ചിട്ടതാണെങ്കിൽ ചിലപ്പം കിട്ടാനുള്ള സാധ്യത എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ ആ കേസിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞതും ശരിയല്ല. ചില കൊലപാതകങ്ങളിലെ നമുക്ക് പൂർണ്ണമായ ശരീരം കിട്ടാതെ പല അവയവങ്ങളൊക്കെ ആയിട്ട് കിട്ടൂലേ? അപ്പോൾ അതിലെങ്ങനെ ഒരു കൈയൊക്കെ കിട്ടിയാൽ നമുക്ക് എങ്ങനെയാണ് മരണകാരണം മനസ്സിലാവും? ഒരു കേസിൽ എനിക്ക് തോന്നുന്നു പീസായിട്ട് പല പ്രാവശ്യമായിട്ട് കിട്ടിയേക്കുന്നത് ധാരാളം കിട്ടിയിട്ടുണ്ട്. ട്രെയിനിനൊക്കെ കയറിയിട്ട് പിന്നീട് ഇപ്പോൾ ബോഡിയുടെ ചില ഭാഗങ്ങൾ കിട്ടും. ഇപ്പോൾ ചിലപ്പോൾ ഒരു കൈ കിട്ടില്ല, അല്ലെങ്കിൽ കാല് കിട്ടില്ല, അങ്ങനെയാണ്. അതിൽ മരണകാരണം മനസ്സിലാവും? മരണകാരണം നമ്മൾ മറ്റൊരു ബോഡി ഉണ്ടല്ലോ, മറ്റു ബോഡി കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ? കൈ മാത്രമൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടല്ലേ? ഇതിനകത്ത് സെപ്റ്റിക് ടാങ്കിലിട്ടിട്ട് ഓൾമോസ്റ്റ് ഒരു 3 ആഴ്ചയോ മറ്റോ സെപ്റ്റിക് ടാങ്കിൽ കിടന്ന് അഴുകി ഇതായത് ഇന്ന് പോലും ലിഗേച്ചർ മാർക്ക് വരെ കൃത്യമായിട്ട് വന്നു. അത് ഈ പറയുന്ന പോലെ ദൈവത്തിൻ്റെ കൈ എന്നൊക്കെ പറയുന്ന പോലെ ചില തെളിവുകൾ അവിടെ അങ്ങനെ നിൽക്കും. ഞാനൊരിക്കൽ ചെയ്ത ഒരു കേസുണ്ട് അങ്ങനെയുള്ളതിൽ. ഒരിക്കൽ ആദ്യം ഒരു കൈയുടെ ഒരു പോർഷൻ കിട്ടുന്നു, പിന്നെ അടുത്ത ദിവസം, പിന്നെ ഒരു 5-8 ദിവസം ഇത് തന്നെയാണ്. ഓരോ ദിവസവും ഓരോ സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഇയാൾ പൊതിഞ്ഞ് പാക്കറ്റിലാക്കിയിട്ട് കൊണ്ടുപോയിട്ട് വലിച്ചെറിഞ്ഞിരിക്കുകയായിരുന്നു. നായ്ക്കൾ കടിച്ചിട്ട്. ആ കേസിൽ തല ഇതേവരെ കിട്ടിയിട്ടില്ല. പക്ഷെ കഴുത്തിൽ ഇതിൻ്റെ പാട് ശരിക്കും മുറുക്കിയതിൻ്റെ പാടും മറ്റ് ഇതുമൊക്കെ ഉണ്ടായിരുന്നു.
കോടതി ശിക്ഷിച്ചു. ആളിപ്പോൾ ജയിലിലാണ്. എല്ല് മാത്രമായിട്ട് അവശേഷിക്കുന്ന ചില കേസുകൾ ഉണ്ടാവില്ല, ശരീരത്തിൽ ആന്തരിക അവയവങ്ങളില്ലാതെ, സ്കിന്നില്ലാതെ, ഇറച്ചിയൊന്നും ഇല്ലാതെ. അത്തരം കേസുകളിൽ എന്ത് സാധ്യതയാണ്? അവിടെ ഞാൻ പറഞ്ഞില്ലേ, ഈ നേരത്തെ ഒരു കേസിൽ, അങ്ങനെയുള്ള കേസുകളിൽ എനിക്ക് തലയോട്ടിയിലുള്ള പൊട്ടലുകളും മറ്റേ ഇതിൻ്റെ ഏറ്റവും പുറമെയുള്ള ആവരണത്തിൻ്റെ അകത്ത് ഉള്ള രക്തം കങ്ങിയ ഇതും, പക്ഷേ മറ്റു എല്ലാം ബ്രെയിനും എല്ലാം അഴുകിപ്പോയിരുന്നു. കുറേ എല്ലുകളായിരുന്നു നമുക്ക് കിട്ടിയത്. പക്ഷെ അതിൽ നിന്ന് അത് ഹെഡ് ഇഞ്ചുറി ആണെന്ന് ഇത് ചെയ്യുകയും അത് പിന്നീട് അത് അടിപിടിയാണ് സംഭവിച്ചതാണെന്ന് വരികയും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള കേസുകളുണ്ടായിട്ടുണ്ട്. എല്ലാ പോസ്റ്റ്മോർട്ടത്തിലും നമ്മൾ മരണകാരണം കണ്ടെത്തിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല, പറ്റണമെന്നില്ല. നിർബന്ധമില്ല എന്നല്ല, എങ്ങനെ ശ്രമിക്കണം, പക്ഷെ എന്നാലും എല്ലാത്തിലും സാധ്യമാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ നോ ഡെഫിനറ്റ് ഒപ്പീനിയൻ ആസ് ടു കോസ് ഓഫ് ഡെത്ത് ക്യാൻ ബി ഗിവൺ എന്നാണ് പറയുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ല് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും DNA പരിശോധന വേണ്ടി വരും. 1. 2, ഈ എല്ലുകൾ നമ്മൾ കെമിക്കൽ എക്സാമിനർക്ക് അയക്കും. അവിടെ ഇതിൻ്റെ രാസപരിശോധന ഇത് നടത്തിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പോയ്സൺ ഉണ്ടോ എന്നുള്ളത് അത് കണ്ടുപിടിക്കാം. പോയ്സൺ ഉണ്ട് എല്ലിൽ എന്തായാലും ഉണ്ടാവും. കെമിക്കൽ പോയ്സൺ ആണെങ്കിൽ അതിൽ ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് കിട്ടിയിട്ടുണ്ട്, പോയ്സണിങ് കേസുകളിൽ കിട്ടിയിട്ടുണ്ട്. വലിയ പ്രമാദമായൊരു കേസിൽ അങ്ങനെ ആയിരിക്കും ഒരു പഞ്ചായത്ത് മെമ്പറെ കാട്ടിൻ്റെ ഉള്ളിൽ ഇതായിട്ട് കണ്ട ഒരുപാട് പരാതികളും പ്രശ്നം. പക്ഷേ അവസാനം കെമിക്കൽ റിപ്പോർട്ട് വന്നപ്പോഴേ അത് ക്ലിയറായി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇതിൻ്റെ പ്രായം, ലിംഗം നിർണയം, പ്രായനിർണയം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതാണ് ഇത് വളരെ ടൈം എടുക്കുന്ന ഒരു സംഗതിയാണ്. പലപ്പോഴും പല ദിവസങ്ങളെടുത്താണ് അത് നടത്തി തീർക്കാറുള്ളത്. സ്കെൽറ്റൽ റിമെയിൻസ് എന്ന് നമ്മൾ പറയും. അതായത് എന്താണ്, അസ്ഥിയുടെ അവശിഷ്ടങ്ങൾ മാത്രം കിട്ടുന്ന സാഹചര്യങ്ങളിൽ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളതിൽ കോസ് ഓഫ് ഡെത്ത് മരണകാരണം കിട്ടിയ കേസുകളും ഉണ്ട്. ഈ മൃഗങ്ങൾ ആക്രമിച്ച കേസുകൾ ഉണ്ടാവില്ലേ, അത് ശരിക്കും ഇന്ന മൃഗത്തിൻ്റെ ബൈറ്റ് എന്നൊക്കെ ആ രീതിയിൽ മനസ്സിലാക്കുക, അതോ മൃഗങ്ങൾ ആക്രമിച്ചതാണെന്നുള്ളത് ആണോ മനസ്സിലാക്കുന്നത്? അങ്ങനെ അല്ല, നമ്മൾ മരണകാരണം കൊടുക്കുമ്പോൾ ഇന്ന മൃഗം എന്നോ അങ്ങനെയൊന്നുമില്ല. നമ്മളത് പരിക്ക് ഏതാണെന്ന് മാത്രമേ പറയുള്ളൂ. അല്ല, നെഞ്ചിന് പരിക്കേറ്റ് മരിച്ചു, അങ്ങനെയാണത്. അതിന് ഒരു സിസ്റ്റമുണ്ട്, റീജിയണൽ ഇഞ്ചുറി. മരണകാരണം കോടതിയിൽ പറയുമ്പോൾ മറ്റതെല്ലാം പിന്നീട് സാഹചര്യങ്ങളിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല, അത് ആ പരിക്ക് അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ചോദിക്കേണ്ടത്. ഇന്ന മുറിവുകൾ, ഈ മുറിവുകൾ മറ്റേ ഇന്ന മൃഗം ആക്രമിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതുണ്ട്. അത് തെരുവ് നായ കടിച്ചു എന്ന് സംശയിക്കപ്പെടുന്ന എന്ന രീതിയിലുള്ള കേസുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരിക്കലും. ഏതോ ഒരു ചെന്നായ കടിച്ചത് പിന്നീട് അതല്ല വെട്ടിക്കൊന്നതാന്നുള്ള അങ്ങനെ എന്തോ ഒരു കേസ്. അല്ല, അത് സ്റ്റാഫ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഒരു കുറുക്കൻ കടിച്ച് കൊന്നതെന്ന് പറഞ്ഞിട്ട് ഒരു കേസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒന്നുകിൽ മരിച്ചതിന് ശേഷം കുറുക്കൻ ചിലപ്പോൾ കടിച്ചിട്ടില്ല, പക്ഷെ അതല്ലാതെ കുറുക്കൻ ഒരു മനുഷ്യനെ സാധാരണ കടിച്ച് അറ്റാക്ക് ചെയ്തിട്ട് അപ്പോൾ വേറെ വല്ല മൃഗങ്ങളുള്ള സ്ഥലമേ ഇല്ലല്ലോ, കുറുക്കൻ മാത്രമേ ഉള്ളൂ അവിടെ. ആ പരിസരത്ത് വേറെ ഒന്നും വരാനില്ല. കുറേ ടൗണിലേക്ക് കുറേ ഇങ്ങോട്ട് മാറിയിട്ടാണ്, കാടിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിസരത്തല്ല. ഈ കൈ ഇങ്ങനെ റൈഗറിൽ കുറച്ചിങ്ങനെ പൊങ്ങിയിരിപ്പുണ്ട്. അപ്പോൾ ഇതിൽ വെട്ട് കൊണ്ടിട്ട് ഈ ഭാഗം ഇങ്ങനെ ഇതായിട്ട് കിടക്കുക. അത് വെട്ടിയിട്ട് ശരിക്കും നമുക്കറിയാം, അത് ഒരു കൊടുവാൾ കൊണ്ട് വെട്ടിയാൽ തന്നെ പറ്റുള്ളൂ. അതേപോലെ ആയിട്ട് പിളർന്നിങ്ങനെ മാറിയിട്ട് ഇങ്ങനെ നിൽക്കുക. അവർ നോക്കുന്നത് കഴുത്താണ്. അപ്പോൾ ഈ കഴുത്തിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മുറിഞ്ഞു കഴിഞ്ഞാൽ ഈ റിട്രാക്റ്റഡ് ആയിട്ട് രണ്ട് വശത്തേക്ക് ഒന്ന് വലിഞ്ഞു പോകും. അപ്പോൾ ഇവിടെ ഒരു ഹോളോ ആയിട്ട് തോന്നും, അത് തുറന്നെടുത്ത് തിന്നുകൊണ്ട് പോയ പോലെ തോന്നും. അപ്പോൾ പെട്ടെന്ന് കണ്ടാൽ അല്ല, അത് ഈ പേശികൾ അങ്ങ് ചുരുങ്ങുമ്പോൾ ഈ രണ്ടായിട്ട് മുറിഞ്ഞ ഭാഗത്ത് മുന്നിലുള്ള ഇതിൽ ഈ നമ്മുടെ ശ്വാസനാളവും ഈ അന്നനാളവും ഒക്കെ കൂടിയിട്ടുള്ള ആ ഭാഗമുണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് കട്ടായി കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തേക്കും പോകും. ഈ സ്കിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ വലിയൊരു ഒരു ഹോളോ പോലെ ആയിട്ട് ഒരു ഒഴിഞ്ഞ, അത് എന്തോ തിന്നു പോയിരിക്കുന്നു എന്ന് പെട്ടെന്ന് ധരിക്കും. അതങ്ങനെ പറ്റിയതാണ് അത്. അടുത്ത കാലത്ത് ഉണ്ടായ ചില സംഭവങ്ങളില്ലേ, നരബലി കേസ്, അത് അത്തരം വല്ല കേസുകളും ഡോക്ടർക്ക് കിട്ടിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് നരബലി എന്ന് റിപ്പോർട്ട് ചെയ്ത കേസ് അതാണോ എന്ന് എനിക്ക് 100% ഉറപ്പില്ല. ആ കാലത്ത് അങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു. ഈ പട്ടാമ്പി പുഴയിൽ വെള്ളം എടുക്കാൻ വേണ്ടി കുഴി കുഴിച്ച് വെച്ചിരിക്കുക, ആ കുഴിയിലാണ് ഇത് കാണുന്നത്. ഓരോന്ന് പീസായിട്ട് കിടക്കുന്ന എല്ലാം എടുത്ത് നമ്മൾ ആദ്യം പടിയായിട്ട് അത് കൃത്യമായിട്ട് അതിൻ്റെ പൊസിഷനിൽ അടുക്കി വെച്ചു. എൻ്റെ കൂടെയുള്ള സ്റ്റാഫ് പെട്ടെന്ന് പറഞ്ഞു, സാർ ഇത് നരബലി, മധുരൈ വീറിന് ബലി കൊടുത്താണ്, മാറുകാൽ മാറുകൈ. അതായത് ആദ്യം കഴുത്ത് വെട്ടി മാറ്റുന്നു, പിന്നെ ഇടത്ത് കൈയും വലത്ത് കാല് ഇടിപ്പിക്കുന്നു, അങ്ങനെയാണ് വെട്ടി മാറ്റുക. എന്നിട്ട് ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് പൂജയൊക്കെ നടത്തുന്ന പറയുന്നത്. പക്ഷേ കേസ് അത് ഒരു നാടോടി കുട്ടിയാണെന്ന് മനസ്സിലായി, ആ കുട്ടിയുടെ പേര് മനസ്സിലായി, പക്ഷേ തെളിഞ്ഞില്ല. ഏറ്റവും കൂടുതൽ ഡോക്ടറെ ഡിസ്റ്റർബ് ചെയ്തിട്ടുള്ളത് കുട്ടികളുടെ കേസുകൾ വരുമ്പോഴാണോ പേഴ്സണലി? പ്രത്യേകിച്ച് കുട്ടികളെ, ചെറിയ ന്യൂ ബോൺ ബേബീസ്
ജനിച്ച ഉടനെയുള്ള കുട്ടികളെയൊക്കെ പലപ്പോഴും എത്രയോ പ്രാവശ്യം വരുമ്പോഴേ അത് നമുക്ക് അറിയാം, വളരെ വിഷമം തോന്നുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഇതിൽ. അത് ചിലപ്പോൾ പലപ്പോഴും സ്വന്തം അമ്മമാർ തന്നെ മാനസികമായിട്ടുള്ള അസുഖം കൊണ്ടാണ്. അങ്ങനെ ഒരു സംഗതിയുണ്ട്, പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറയുന്നത്. പ്രസവിച്ച് ചിലപ്പോൾ ഒരു മാസം 2 മാസം അങ്ങനെയൊക്കെയുള്ള കുട്ടികളിലൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് വലിയ വിഷമം തോന്നാറുണ്ട് ചെറു ഇതായിട്ട്. ചില കേസുകൾ കാണുമ്പോഴേ നമുക്ക് ആ പ്രതിക്ക് ഇന്നത് സംഭവിക്കണം, അയാൾ നശിച്ചു പോകണമെന്നൊക്കെ ചിന്തിച്ച് പോവില്ലേ ചില കേസുകൾ കാണുമ്പോൾ? ധാരാളം കേസുകളുണ്ട്. എത്ര കേസുകൾ വരുമ്പോൾ അങ്ങനെ വല്ലാതെ നമുക്ക് അമർഷം തോന്നുന്നത്? 4ാം ക്ലാസ് 6ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന ഒരു കുട്ടീനെ അച്ഛൻ തന്നെ വെട്ടിക്കൊന്നു. എന്നിട്ട് പിറ്റേ ദിവസം അയാളുടെ മെഡിക്കൽ എക്സാമിനേഷൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഇയാളുടെ ബ്ലഡ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അയാൾക്ക് ആ വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ കാഷ്വാലിറ്റിയിൽ നിന്ന് ഒരു സ്റ്റാഫ് നഴ്സിംഗ് ഓഫീസറോട് വരാൻ പറഞ്ഞു. അവർ സൂചി കൊണ്ട് കുത്തുമ്പോൾ അയാൾ ഭയങ്കര. അപ്പം ഞാൻ അയാളോട് ചോദിച്ചു, ഇത് ഇപ്പോൾ ഇത്രയും നിനക്ക്, അപ്പം നിൻ്റെ കുഞ്ഞ് എത്ര ഇത് ചെയ്യുന്ന? അയാൾ ഇങ്ങനെ ഇരുന്നു. ആ ഒരു റിയലൈസേഷൻ. പക്ഷെ ആ സമയത്ത് അയാളുടെ കണ്ണ് നിറഞ്ഞ് അയാൾ ഒഴുകി. എനിക്ക് തോന്നുന്നു അതിനുശേഷം അയാൾ ശരിക്ക് ഈ വേദന ഇതിൻ്റെ ഒരു ചെറിയ വൈരാഗ്യത്തിൻ്റെ ഇഷ്യൂലാണ് അത് ചെയ്യുന്നത്. പിന്നെ ഈ സിനിമയിൽ കാണുന്ന പോലെ ജീവനോടെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ എത്തി അങ്ങനെ വല്ലതും ഉണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ പലപ്പോഴും സ്റ്റാഫിനോട് ചോദിക്കുന്നത്, നമ്മളിത് ഇൻസിഷൻ അങ്ങ് ഇടുമ്പോഴേക്കും പെട്ടെന്ന് ഇയാൾ എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റാൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി? മിക്കവാറും 4 വഴിക്ക് എല്ലാവരും ഓടിയിട്ടുണ്ടാവും. സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സാധ്യതയുണ്ട്. അതായത് ഒരു കണ്ടീഷനുണ്ട്, സസ്പെൻഡഡ് ആനിമേഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ ഹൈബർനേഷൻ എന്ന് പറയില്ലേ, നമ്മൾ ഈ തവളയൊക്കെ കുറേ കാലത്തേക്ക് അത് ചെളിയിലേക്ക് പോകും, ചില മീനുകൾ പോകും, എന്നിട്ട് പിന്നെ മഴ വന്ന് വെള്ളം നിറയുമ്പോഴേക്കും അത് പുറത്ത് വരുന്നതെന്ന് പറയും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ് മനുഷ്യന് പറയുന്നുണ്ട്. അത് സംഭവിക്കാം. അതായത് പ്രത്യേകിച്ച് ഇലക്ട്രിക് ഷോക്ക് അങ്ങനെയുള്ളതിൽ റിവൈവ് ചെയ്യാൻ എളുപ്പമാണ്. റിവൈവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ കാർഡിയാക് മാസേജ് ഒക്കെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിവൈവ് ചെയ്യാൻ. അപ്പോൾ പണ്ട് ഞാൻ എവിടെയോ വായിച്ചത് ഓർക്കുന്നുണ്ട്, എന്താണ്, മോർ ദാൻ 50% ഓഫ് പീപ്പിൾ ഹു സിറ്റ് അപ്പ് ഇൻ മോർച്ചറി ബിലോങ്സ് ടു ദ ഗ്രൂപ്പ് ഓഫ് ഫിനോബാർബിറ്റോൺ പോയിസണിങ്. അതായത് ഫിനോബാർബിറ്റോൺ എന്ന് പറഞ്ഞൊരു ഗുളിക ഉണ്ടല്ലോ, പണ്ട് ഫിറ്റ്സിനൊക്കെ കൊടുത്തിരുന്നതാണ്. ഇപ്പം അത് അധികം ഉപയോഗിക്കുന്നില്ല അങ്ങനെ ഇതായിട്ട് വരും. അവർ ഇത് അമിതമായിട്ട് ഡോസിൽ കഴിച്ചാൽ ചിലപ്പം പൾസ് ഉണ്ടാവില്ല, BP ഉണ്ടാവില്ല, ECG ഫ്ലാറ്റ് ആയിരിക്കും, EEG ബ്രെയിനിൻ്റെ എടുത്താൽ ഫ്ലാറ്റ് ആയിരിക്കും. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ചെല്ലുമ്പോഴുണ്ടാവും ആൾ എഴുന്നേറ്റിരിക്കുന്നു. ഒരു സിനിമ ഉണ്ട്, കെഡാവർ എന്ന് പറഞ്ഞ സിനിമ, ഡോക്ടർ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അതിൽ സർജൻ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മുറി ഉണ്ടല്ലോ, മുറിയിൽ ഈ കെഡാവറിൻ്റെ അടുത്ത് ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു സീനുണ്ട്. അത് വളരെ സാധാരണമാണെന്നൊക്കെയാണ് ചില ആളുകളുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. അത് ശരിക്കും സാധാരണം തന്നെയാണ്, നമുക്ക് അത്ര കൂളായിട്ട് കാണാൻ പറ്റുമോ അതിനെ? സാധാരണ മനുഷ്യർക്ക് തോന്നുന്ന എല്ലാ ചേതോവികാരങ്ങളും ആ ഒരു ഭയവും അല്ലെങ്കിൽ അതിനോടുള്ള ഇതൊക്കെ ചിലപ്പം സ്വാഭാവികമായിട്ട് കുറച്ചൊക്കെ ഉള്ളിലുണ്ടാകും. നമ്മളതിനെ അറിവ് കൊണ്ടും നമ്മൾ ഭരണഘടനാപരമായിട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ കൊണ്ടും ഈ മൃതദേഹം എന്ന് പറയുന്നത് ഏറ്റവും ബഹുമാനത്തോടെ കാണേണ്ട ഒന്നാണ് എന്നുള്ളത് തിരിച്ചറിവ് കൊണ്ടുമാണ് ഇത്രയും ശാന്തമായിട്ടിരുന്ന് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുന്നത്. അവിടെ ഒരിക്കലും ഒരു മോർച്ചറിയുടെ അകത്തിരുന്നിട്ട് ഞാനൊന്നൊരു പച്ചവെള്ളം കുടിക്കില്ല. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ട് പല പ്രാവശ്യം കൈ കഴുകി ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുള്ളൂ. ഈ ഡീകമ്പോസ്ഡ് ബോഡിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 ദിവസമെങ്കിലും കഴിയും നമുക്ക് തന്നെ ആ സ്മെല്ല് ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. പോസ്റ്റ്മോർട്ടം ടേബിളിലെ ദൃശ്യങ്ങളൊക്കെ ഇല്ലേ, അത് ചിലതൊക്കെ നമ്മൾ ഹോണ്ട് ചെയ്യുമോ, അതോ നമ്മൾ അതിനെ യൂസ്ഡ് ആയിട്ട് അതൊരു സാധാരണ ഒരു മെമ്മറിയായി മാറുകയാണോ ചെയ്യുക? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷനിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് ഒരു സംശയം ചോദിച്ചതാണ്, പ്രേതം എന്ന് പറഞ്ഞുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. ഒരിക്കൽ ഞാനൊരു സ്ഥലത്ത് പോയിട്ടൊരു പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുക, ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അധികം ഇത് ചെയ്യണ്ട, കൂടിയാനാണ് അത് ചിലപ്പോൾ കൂടെ പോരും കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആ ഇത് ചെയ്യുന്ന ഇതും എല്ലാം കൂടിയായിട്ട് ഞാൻ പതുക്കെ തിരിഞ്ഞ് മൂപ്പരോട് പറഞ്ഞു, അന്ന് ഒരു 10,000-3,500 പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒരു 3,500 ഇപ്പം തന്നെ കൂടെ ഉണ്ട്, എൻ്റെ കൂടെ ഇത് കൂടെ അല്ലേ, കൂടിക്കോട്ടെ കുഴപ്പമില്ല, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. പരിചയമുള്ളൊരു മനുഷ്യനെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ കാണേണ്ടി വരികയാണെങ്കിൽ അങ്ങനെ വന്നിട്ടുണ്ടോ? വിഷമം തോന്നാറുണ്ട്. അത് വിഷമം തോന്നും, സ്വാഭാവികമായിട്ട് തോന്നും. അത് ഒരിക്കൽ ഞാൻ പറയാം, ഒരു KGMOയുടെയൊക്കെ സ്റ്റേറ്റ് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു ദേവാനന്ദ് സാറുണ്ടായിരുന്നു. അപ്പോൾ സാറ് ഇതേമാതിരി മരിച്ചൊരു സമയത്ത്
അന്ന് എനിക്കത് ചെയ്യേണ്ടി വന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു. വല്ലാത്തൊരു വിഷമത്തോടുകൂടിയാണ് അത് ചെയ്തത്. കാരണം നമുക്ക് അറിയുന്ന ഒരാൾ, ഒരുപാട് എത്രയോ കാലങ്ങൾ നമ്മൾ അക്വൈൻറ്റൻസ് ഉണ്ടായിരുന്ന ഒരാൾ, അതിവൈകാരികത അല്ലെങ്കിൽ ഈവൻ വൈകാരികത എന്ന് വന്നാലേ ആ പ്രശ്നമുള്ളൂ. ഞാൻ ഒരിക്കലും അത് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അതൊരു ഭാഗ്യവശാൽ എൻ്റെ ഒരു ബന്ധുക്കളുടെ ആരുടെയും എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടില്ല. പിന്നെ ഈ വിദേശത്തു നിന്നൊക്കെ വന്ന് എംബാം ചെയ്ത മൃതദേഹങ്ങൾ ഉണ്ടാവില്ലേ, അതെപ്പോഴെങ്കിലും ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? എത്രയോ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ ആന്തരികാവയവങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എംബാം ചെയ്തതിൽ. അപ്പം അതിന് എന്താണ് ഒരു സാധ്യത ഉള്ളത്? അതിൽ ആന്തരികാവയവങ്ങൾ ഞാൻ ചെയ്തതിലൊക്കെ ആന്തരികാവയവങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ എംബാംഡ് സ്റ്റേറ്റിലായിരുന്നു എന്ന് മാത്രം. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എംബാം ചെയ്യുന്നതിൽ എല്ലാ ആന്തരികാവയവങ്ങളും എടുത്ത് കളയൊന്നുമില്ല. അതിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത കേസിൽ മാത്രം അത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതും കട്ട് ചെയ്ത് അതിനകത്ത് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്നും വേറെ കളയില്ല. അത് എംബാം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറ്റി ഒന്ന് പറയോ? ബ്ലഡിലേക്ക്, അതായത് ബ്ലഡ് എവിടെയൊക്കെ പോകുന്നു, എല്ലാ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ബ്ലഡ് എത്തുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്ക് കഴുത്തിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഫിമറൽ ഇത് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അതിൽ കൂടി നമ്മൾ ഈ എംബാമിങ് കോക്ടെയിൽ എന്ന് പറയും. അത് ഫോർമാലിൻ മാത്രമല്ല, അതിൽ ഗ്ലിസറിൻ, സ്പിരിറ്റ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഗതികളുണ്ട്. വിദേശത്തൊക്കെ ആണെങ്കിൽ അവർ ആ കളർ, ഇതിൻ്റെ കോംപ്ലക്ഷൻ ഇത് വരുത്താൻ വേണ്ടി അതിനുള്ള സാധനങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ എംബാമിങ് കോക്ടെയിൽ നമ്മൾ പോസിറ്റീവ് പ്രഷറിൽ ഇഞ്ചെക്ട് ചെയ്ത് വിടുകയാണ്. അപ്പോൾ ശരീരം മൊത്തം ഇത് പരക്കണം. അത് പരന്നു കഴിഞ്ഞാൽ അതിൽ പ്രിസർവ്ഡായി, പിന്നെ അഴുകില്ല. പക്ഷേ ഈ ഇവിടുത്തെ ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ എംബാമിങ്ങിൽ കളർ ചേഞ്ച് വരും. കളർ കറുത്ത് പോകുന്ന ഒരു ഇത് വരാറുണ്ട്. പിന്നെ ചിലപ്പം വിദേശത്തു നിന്നൊക്കെ വരുന്നതിൽ സ്മെല്ല് അധികമായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഞാൻ പൊതുവെ അവർ അഡ്വൈസ് ചെയ്യാറ്, പലരും വിളിച്ച് ചോദിക്കാറുണ്ട് എന്താ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ അവിടെ നിന്ന് ഇറക്കി കഴിഞ്ഞാൽ, എയർപോർട്ടിൽ നിന്ന് ഇറക്കിയിട്ട് നിങ്ങൾ വീട്ടിലെത്തി ആൾക്കാർ കാണാൻ ഇത് വെക്കുന്നതിന് മുമ്പ് ഒരു മൊബൈൽ ഫ്രീസറിലേക്ക് വയ്ക്കുക. പിന്നെ ഇതിലൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് അഴുകാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ബെറിയൽ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് കാലങ്ങൾ അതങ്ങനെ കിടക്കും. എല്ലാ സർവീസ് സ്റ്റോറിലും ഞാൻ ചോദിക്കുന്നതാണ്, അതായത് ഈ പോസ്റ്റ്മോർട്ടം മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സാധാരണക്കാർക്കിടയിലുള്ള മിഥ്യാധാരണകൾ എന്താണ്? അതായത് പലരും ഇതിനൊരു ബുച്ചറി, കശാപ്പ് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. ഒരിക്കലുമല്ല. എത്രയോ പേര് കരഞ്ഞു പറഞ്ഞിട്ടുണ്ടെന്നറിയാം, വന്നിട്ട് സാറേ വെട്ടി കീറില്ലേ സാറേ, അങ്ങനെ ചെയ്യരുതെന്ന് പറയും. അങ്ങേറ്റം ആദരവോടുകൂടി, പ്രായമുള്ള ഒരാളാണെങ്കിൽ എൻ്റെ അച്ഛന് ആണ് അത് അവിടെ കിടക്കുന്നതെങ്കിൽ ഞാൻ എങ്ങനെ എത്ര നന്നായിട്ട് ഇത് ചെയ്യുമോ അതേപോലെ ആ ഒരു ബഹുമാനത്തോടുകൂടി. അത് എനിക്ക് കേരളത്തിലെ ഫോറൻസിക് മെഡിസിൻ പഠിക്കുന്ന ആൾക്കാരെ എല്ലാം പഠിപ്പിച്ച് വിടുന്നത് അത് തന്നെയാണ്. ഒരാളും ഒരു മൃതദേഹത്തോട് ഒരു ഫോറൻസിക് സർജൻസ് ആരും കേരളത്തിൽ ഉള്ളവരാരും കാണിക്കുമെന്ന്, ഒരു അനാദരവ് കാണിക്കുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. ഒരു ബ്ലേഡ് സർജൻ ഓപ്പറേറ്റ് ചെയ്യുന്ന എങ്ങനെയാണോ ആ ബ്ലേഡ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരീരം ഇവിടെ തലമുടി ഇവിടെ വരെ, തലയുടെ ഉച്ചി മുതൽ പെരുവിരലിൻ്റെ അറ്റം വരെയുള്ള പൂർണ്ണമായിട്ടും, അത് വസ്ത്രങ്ങൾ പരിശോധിക്കും, പിന്നെ ശരീരത്തിൽ എന്തെങ്കിലും ചെളിയോ അതൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പരിശോധിക്കും. ഇതെല്ലാം അതേ പാടുകൾ പരിശോധിക്കും. അങ്ങനെയുള്ള എല്ലാം പൂർണ്ണമായൊരു പരിശോധന. ഇത് കഴിഞ്ഞിട്ട് വൃത്തിയായിട്ട് കഴുകും. അത് ശരിക്കും നല്ല രീതിയിൽ എന്താ പറയുക, ഒരാളെ കുളിപ്പിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾ അത് അത്ര ഇതായിട്ട് ചെയ്യും. എന്നിട്ട് വീണ്ടും മറഞ്ഞിരിക്കുന്നത് കാണാതെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മൂടിയിരിക്കുന്ന പരിക്കുകളോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളതെല്ലാം. അപ്പോൾ പൂർണ്ണമായൊരു ബാഹ്യ പരിശോധന, അതാണ് ആദ്യഘട്ടം. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത്, ഇത് നമ്മുടെ ശരീരം തുറക്കുക എന്ന് പറയും. അത് ഇപ്പം താടി മുതൽ നാഭി വരെ ഒരു ഇൻസിഷൻ ഇടുകയാണ്. അത് ഞാൻ പറഞ്ഞു, ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ വയറിലൊരു ഓപ്പറേഷൻ എങ്ങനെയാണോ മുറിക്കുന്നത് അതേപോലെയാണ്, അത്രയും അതേപോലെ അത് ചെയ്യുന്നു. എന്നിട്ട് ഈ അകത്തുള്ള ഓരോ ഭാഗവും നമ്മൾ പരിശോധിക്കും. അപ്പോൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വയറ്, നെഞ്ച്, കഴുത്തിൽ. അപ്പോൾ ആദ്യ പടിയായിട്ട് വയറിൽ നിന്ന് നമ്മുടെ എന്താ പറയുക ഇൻറ്റസ്റ്റൈൻസ് എല്ലാം അത് റിമൂവ് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് ഈ ഡയഫ്രം സൈഡിലേക്ക് കട്ട് ചെയ്യും. ഈ ബ്രസ്റ്റ് ബോൺ എന്ന് പറയുന്ന സ്റ്റെർണം അല്ലെങ്കിൽ നെഞ്ചിൻ്റെ മുന്നിലുള്ള ഈ ബോൺ, ആ ബോണ് കട്ട് ചെയ്തിട്ട് അത് മാറ്റുന്നു. അത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രോസസ്സുണ്ട്, എൻ മാസ് എവിസറേഷൻ എന്ന് പറയും. അതായത് എൻ മാസ് എവിസറേഷൻ, അത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, കഴുത്തിലെയും നെഞ്ചിലെയും വയറിലെയും മുഴുവൻ അവയവങ്ങളും പൂർണ്ണമായിട്ട് അത് പുറത്തേക്ക് എടുക്കും, മുഴുവനായിട്ടെടുക്കും.
എന്നിട്ട് അകത്ത് ഈ ബ്ലഡോ എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി തുടച്ച് നല്ല വൃത്തി ഇതാക്കി അതിന് ശേഷം ഈ അത് എടുത്ത അവയവങ്ങൾ അവിടെ വയ്ക്കുന്നു. പിന്നെ തലയിൽ ഒരു ചെവിയുടെ മുകളിൽ നിന്ന് മറ്റേ ചെവിയുടെ മുകളിലേക്ക് ഒരു ഇൻസെഷൻ ഇട്ടിട്ട് 2 ഭാഗത്തേക്കും ആ സ്കിന്ന് മാറ്റുന്നു. ഈ തലയോട്ടി അഗെയിൻ ഞാൻ പറയുന്നു, ഇത് ഒരാൾക്ക് തലയോട്ടി തലയ്ക്ക് പരിക്ക് പറ്റി ചെന്ന് കഴിഞ്ഞാൽ ന്യൂറോ സർജൻ പലപ്പോഴും വലിയൊരു പീസ് മുറിച്ച് മാറ്റുന്നുണ്ട്. ഏകദേശം അതേ ഇത് തന്നെയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയമായൊരു പരിശോധനയാണ്, അല്ലാതെ ഒരിക്കലും എന്താ പറയുന്ന ഒരു പേടിപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ അങ്ങനെ അതിൽ വേണ്ടതല്ല. ആ തലയോട്ടിയുടെ ഇത് മാറ്റുന്നു, ആ ബ്രെയിൻ മുഴുവനായിട്ട് ഇത് വയ്ക്കുന്നു. പിന്നെ ഈ ഓരോ അവയവവും പരിശോധിക്കും. അതെല്ലാം അതിൽ നിന്ന് പരിശോധനകൾക്ക് ആവശ്യമുള്ളത് എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാം തിരിച്ച് ഇതിലേക്ക് വയ്ക്കുന്നു. ഏറ്റവും നന്നായിട്ട് ഇപ്പം ഞാൻ പലപ്പോഴും എന്താ വെച്ചാൽ കാണാത്ത രീതിക്ക് തന്നെ ചെയ്യും. ഒരു ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ അവർ ഇത് വെച്ചാൽ ബട്ടൺ ഇട്ടാൽ അത് കാണില്ല ഇതിങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇതെല്ലാം നമ്മൾ സ്വാഭാവികമായിട്ട് മൂടിക്കെട്ടും. അപ്പം മുഖം വൃത്തിയായിട്ട് കാണുന്ന രീതിയിൽ ഇത് ചെയ്ത് വീണ്ടും ഇത് അതേപോലെ കുളിപ്പിക്കും വൃത്തിയായിട്ട്. പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതശരീരങ്ങൾ കുളിപ്പിക്കാൻ പാടില്ല എന്ന് പറയും. അങ്ങനെയൊന്നുമില്ല. ഇല്ല. കഴിഞ്ഞ വർഷം ഒരാൾ വന്ന് ചോദിച്ച ചോദ്യമാണത്. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഡോക്ടർമാർ കിഡ്നിയൊക്കെ അടിച്ചു വെക്കുവാന്ന്. ഞാന് സത്യം പറഞ്ഞാൽ ഇങ്ങനെയല്ല ചോദിക്കണം എന്ന് കരുതിയ, പക്ഷെ അതിലത്തെ ഒരു ആന്തരികാവയവം മാറ്റിയാലോ ഒഴിവാക്കിയാലോ ഒന്നും അറിയാനേ പോകുന്നില്ലല്ലോ ആളുകളെ സംബന്ധിച്ച്. അല്ല, അത് മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ? അല്ല, അത് ആവശ്യമില്ല. അത് ഒന്നും ചെയ്യാനില്ല. അതൊരു ബാധ്യതയായിട്ട് മാറുമെന്നല്ലാണ്ട് ഒരാൾക്കും അതുകൊണ്ട് ഇതില്ല. അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ട് ചിലർ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പ്രിസർവ് ചെയ്തൊക്കെ വെക്കാറുണ്ട് ചില പ്രത്യേക സ്ട്രെസ്സിന്. അത് നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പെർമിഷൻ എടുത്തിട്ട് നമ്മൾ ഇത് ചെയ്തിട്ട് വെക്കാറുണ്ട്. പിന്നെ രാസപരിശോധനയ്ക്ക് അയക്കുന്നുണ്ട്, ഹിസ്റ്റോപത്തോളജി പരിശോധനയ്ക്ക് അയക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ചിലത് പ്രിസർവ് ചെയ്യാറുണ്ട്. പക്ഷെ അതല്ലാതെ അങ്ങനെ അതിൻ്റെ പോസ്റ്റ്മോർട്ടവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആവശ്യമുള്ളതല്ലാതെ ബാക്കി എല്ലാം തിരിച്ചതിലേക്ക് തന്നെ ഇടും. തലച്ചോറിൻ്റെ മാത്രം എക്സെപ്ഷൻ. ശരിയാണ്. കാരണം അത് സാധാരണഗതിയിൽ ഈ വിസറയുടെ അതായത് നമ്മൾ നെഞ്ചിലും വയറും ഇതൊക്കെ ഒറ്റ ക്യാവിറ്റി ആയിട്ട് മാറുമല്ലോ, അതിലേക്ക് വെക്കുകയും ഒരു ശ്വാസകോശം എടുത്തിട്ടാണ് ഉള്ളിൽ ഇത് വയ്ക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റീപോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് തുറക്കുമ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു മെത്തേഡ്. അതാണ് കാരണം ഈ ബ്രെയിൻ അങ്ങനെ തിരിച്ച് വെക്കാൻ പറ്റില്ല. അതൊന്നും അത് അഴുകി ഇതായിട്ട് പിന്നെ കുറച്ചൊന്ന് ഇതായി കഴിഞ്ഞാൽ തന്നെ പുറത്തേക്ക് ഒഴുകി വരാൻ തുടങ്ങും. നമ്മളൊരു റീപോസ്റ്റ്മോർട്ടത്തിന് ചെന്നിട്ട് അതെടുത്ത് തുറക്കുമ്പോൾ ഈ തല തുറക്കുമ്പോൾ അവിടെ ലങ്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഒരു പൂർണ്ണമായിട്ടുള്ള പരിശോധന നടന്നിരിക്കുന്നു. അതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററായിട്ട് തന്നെയാണ് അത് പറയുന്നത്. ഡോക്ടർ പരിശോധിച്ച ഏതെങ്കിലും കേസുകളിലെ ഭയങ്കര സംതൃപ്തി നൽകിയാവും ഞാനിത് കണ്ടുപിടിച്ചല്ലോ എന്ന് തോന്നിയ അങ്ങനെ ഏതെങ്കിലും കേസുകൾ എടുത്ത് പറയാം? കേസ് തെളിയിച്ചു എന്നുള്ളതിനേക്കാളും എൻ്റെ സർവീസിൽ എനിക്ക് ഏറ്റവും ആത്മസംതൃപ്തി നൽകിയ കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ ഫോറൻസിക് മെഡിസിൻ. അപ്പോൾ ആ മോർച്ചറിയിൽ നിന്ന് വരുന്ന നമുക്ക് കിട്ടുന്ന ഡാറ്റയുണ്ട്, അവിടെ വരുന്ന കേസുകളുടെ സ്വഭാവമുണ്ട്. അതിനെ പഠിക്കുന്നതിൽ കൂടി സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. കേരളത്തിൽ ഒറ്റ നമ്പർ ലോട്ടറി ചൂതാട്ടം എന്ന് പറഞ്ഞ പരിപാടി നിർത്തിയത് പാലക്കാട് മോർച്ചറി എന്നുള്ളൊരു സംഭവമാണ്. 2005-2006 ആ കാലഘട്ടത്തിൽ ഈ VRS ഭയങ്കര പ്രോത്സാഹിപ്പിച്ചിരുന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ കേരളത്തിൽ ഈ ഒറ്റ നമ്പർ ലോട്ടറികൾ വളരെ വ്യാപകമാണ്. അപ്പോൾ ഒരിക്കൽ ഞാനൊരു പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ട്രെയിൻ കയറി മരിച്ചതാണ്. പോലീസ് ഡ്രസ്സൊന്നും അധികം മാറ്റാതെയാണ് ഇൻക്വസ്റ്റ് നടത്തിയിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് അതിൽ നിന്ന് ഈ ഡ്രസ്സ് കീറിയ ഡ്രസ്സുകൾ. അപ്പോൾ ഇയാളുടെ ഈ ട്രൗസറിൻ്റെ പോക്കറ്റിൽ കുറച്ച് ഈ ചെറിയ കെട്ടുകളുണ്ടല്ലോ, അതേപോലത്തെ ലോട്ടറികൾ. അപ്പോൾ ഇതെല്ലാം കിട്ടിയപ്പോൾ എൻ്റെ കൂടെ ഒരു സ്റ്റാഫുണ്ട്, ബലവേന്ദ്രനോട് പറഞ്ഞ്, സാറേ ഇത് ഇങ്ങനത്തെ ഇപ്പോൾ കുറേ കേസുണ്ട്, ഇത് കുറേ പേരാണ് ഇങ്ങനെ മരിക്കുന്നത്, ഇതൊക്കെ ഇവിടെ കമ്പനിയിൽ നിന്നൊക്കെ VRS എടുക്കും, നേരെ 50,000-60,000 രൂപ കിട്ടും, അതുകൊണ്ട് നേരെ പോകും, കളിച്ച് തീർന്ന് 4 ദിവസം കഴിയുമ്പോഴേക്ക് പൈസ തീരും, പിന്നെ പുറത്തിറങ്ങുമ്പോൾ ജോലിയില്ല ഒന്നുമില്ല, നേരെ പോയിട്ട് ആദ്യം കാണുന്ന ട്രെയിനിന് ചാടും, അല്ലെങ്കിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യും. നോക്കുമ്പോഴാണ് ഒരു 4 മാസത്തിൻ്റെ ഇടയ്ക്ക് 5 കേസ് നമുക്ക് ഉറപ്പായിട്ടുള്ളത് കിട്ടി. അതൊരു വാർത്തയായിട്ട് വന്നു. വാർത്തയായിട്ട് വന്നതോടുകൂടി വളരെ ശ്രദ്ധിക്കപ്പെട്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാം ഇടപെട്ടു. പിന്നെ ജാലക മോർച്ചറിയിലേക്ക് എത്തിച്ച എന്താ അങ്ങനെ ഒരു ആശയത്തിൽ? ഞാൻ പാലക്കാട് ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടുത്തെ മോർച്ചറിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു 60 വർഷം മുമ്പേ പണിതൊരു മോർച്ചറിയാണ്. ഒരു എന്താ പറയുക, ഡ്രെയിനേജ് പോലും പ്രോപ്പറില്ല, ആളില്ലാത്ത അവകാശികളില്ലാത്ത മൃതദേഹങ്ങളുണ്ടാവും.
അപ്പോൾ ഡെസ്റ്റിറ്റ്യൂട്ട് വാർഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഐസൊലേഷൻ വാർഡ് എന്ന് അതിനെ പറഞ്ഞിരുന്നേക്കാൽ അവിടെ കിടന്നിങ്ങനെ മരിക്കും, ബോഡി നേരെ മോർച്ചറി കൊണ്ടുവന്ന് വയ്ക്കും. അതിന് 3 ദിവസം കഴിഞ്ഞിട്ടേ ഇത് മറവിയുള്ളൂ. അപ്പോൾ 3-ാം ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഇത് വീർത്ത് ഇതിൽ നിന്നൊക്കെ പൊട്ടി ഒഴുകി അതിൽ കൂടി ഇത് പുറത്തേക്ക് പോകണ്ടാവും. ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് ആദ്യത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ പുറത്ത് ജനലയുടെ പുറകിലിങ്ങനെ ഒരു ഗുളു എന്നൊക്കെ ഉള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം ഞാനിത് കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ട് നോക്കുമ്പോഴെന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കുളമാണ് ഈ ബ്ലഡ് എല്ലാം ചെന്ന് വീഴുന്നത്. ആ കുളം അതിനകത്ത് പന്നിക്കൂട്ടാണ്. ഇതെല്ലാം ഈ ബ്ലഡിൻ്റെ അകത്ത് മറിയുന്ന ഒരവസ്ഥയാണ്. അതൊരു ഗ്രോസ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനാണ്. മുനിസിപ്പാലിറ്റിയാണ് ഇതിൻ്റെ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. നാളെ ഞാൻ ചെല്ലുമ്പോൾ അവിടെ ആ പന്നിക്കൂട്ടം ഉണ്ടെങ്കിൽ ഞാനൊരു പായ വിരിച്ച് ഞാൻ കിടക്കുക, അതിന് പരിഹാരം ഉണ്ടാക്കാണ്ട് ഞാൻ പോകില്ല. അപ്പോൾ ഞങ്ങളെന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിച്ചു വരും. പക്ഷേ എന്തായാലും അടുത്ത ദിവസം ചെന്നപ്പോൾ അവിടെ അത് ഇല്ലായിരുന്നു. അപ്പോൾ അന്ന് മുതൽ നമ്മളൊരു ഇത് കൊണ്ടുവന്നു. അതാണ് ഒരു കോൺസെപ്റ്റ്. മോർച്ചറി എന്ന് പറഞ്ഞാൽ ആശുപത്രിക്കകത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും വൃത്തിയുള്ള സ്ഥലമായിരിക്കണം എന്നുള്ളത്. ഇപ്പം നിറച്ചും മാവുകളാണ് അവിടെ. ഒരാൾ അസ്വാഭാവിക മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ പോലീസിന് ഇൻറ്റിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ബോഡിയുടെ സ്റ്റാറ്റസ് പിന്നെ സ്റ്റേറ്റ് പ്രോപ്പർട്ടിയാണ്. നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി അത് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നത് വരെ അത് സ്റ്റേറ്റിൻ്റെ അണ്ടറിലാണുള്ളത്. അപ്പോൾ പലപ്പോഴും എന്താ സംഭവിക്കുക, ഈ ബന്ധുക്കളെല്ലാം വന്നു കഴിയുമ്പോൾ പറയും അത് ഫ്രീസറിലാണ്. നമുക്ക് എപ്പോഴും ഫ്രീസർ തുറക്കാൻ പറ്റില്ല, അതിനകത്ത് മറ്റും ബോഡിയും എല്ലാം ഇരിക്കുന്നതാണ്. ചിലപ്പോൾ അവർ മണിക്കൂർ കണക്കിന് നിന്നായിട്ടായിരിക്കും ചിലപ്പോൾ പോലീസ് വരുന്നത്. അതിനൊരു പരിഹാരമായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസെപ്റ്റായിട്ട് ഈ ജാലക മോർച്ചറി എന്ന് പറയുന്നത്. അതിൻ്റെ നടുവിലൊരു ഗ്ലാസ് ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അതിൽ കൂടി നോക്കിയാൽ കാണാം, ഏത് സമയത്ത് വേണേൽ കാണാം. അത് ലോക്ക്ഡായിട്ട് കിടക്കും. ഇപ്പോൾ അതിൽ എത്ര വേണമെങ്കിലും ഒരു 10-30 ബോഡിയൊക്കെ ഒരേ സമയം അത്യാവശ്യ ഘട്ടങ്ങളിൽ വേണമെങ്കിൽ അത്രയും സൂക്ഷിക്കാവുന്ന സംവിധാനമുണ്ട്. വളരെ കടൽ പോലുള്ള സബ്ജക്റ്റാണ്, അത്രയധികം കണ്ടന്റ് ഉണ്ട്. പ്രത്യേകിച്ച് 16,000-ത്തിലധികം പോസ്റ്റ്മോർട്ടം ചെയ്തൊരു എന്താ പറയുക ഒരു ഫോറൻസിക് സർജനെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ എത്രയോ ദിവസങ്ങളോളം സംസാരിക്കാനുള്ള വിഷയം ഉണ്ടാവും. എങ്കിലും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും ആഴത്തിലും ഞങ്ങളുടെ പല മിഥ്യാധാരണകളും മാറ്റുന്ന രീതിയിലും വിഷയം പങ്കുവച്ചതിന് ഡോക്ടറോട് ഒത്തിരി നന്ദി.